ലോകമുഖമായ മദീന. വിഷാദങ്ങളും വിഷമങ്ങളും വിഹുലതകളുമായി മദീന എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ നഗരി കരയാൻ കണ്ണുനീരില്ലാതെ ഒരു ജനത മുഴുവനും അവരുടെ പ്രിയപ്പെട്ട നായകൻ വിട പറഞ്ഞതിനോട് സമരസപ്പെടാൻ കഴിയാതെ കൽബും കരളും കണ്ണും ഒരേപോലെ കരഞ്ഞ് കരഞ്ഞ് കവിഞ്ഞൊഴുകിയ ഒരു മദീനയുടെ ദിവസം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം, അവിടുത്തെ വിടവാങ്ങലിന് ശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശരീരം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ ഉള്ളിൽ ഖബറടക്കി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഗാധമായി സ്നേഹിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളും അനുചരന്മാരും എല്ലാവരും ഒരേപോലെ കരഞ്ഞു കരഞ്ഞ്, ഈത്തപ്പന മരങ്ങൾ പോലും കരഞ്ഞു കരഞ്ഞ് വ്യസനത്തോടെ നിന്ന മദീനയുടെ ഒരു രാത്രി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടയിൽ നിന്ന് കരളിന്റെ കാമ്പായി തങ്ങളെല്ലാവരും കാത്തുനിന്ന റസൂലുള്ളാഹി തങ്ങളോട് വിട പറഞ്ഞു എന്ന് വിശ്വസിക്കാൻ കഴിയാതെ തോരാത്ത കണ്ണുനീരുമായി അവിടുത്തെ പ്രിയപ്പെട്ട അനുചരന്മാരായ അബൂബക്കർ റളിയല്ലാഹു തആല, ഉമർ റളിയല്ലാഹു തആല അടക്കമുള്ള സഹാബത്ത് പൊട്ടിക്കരയുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല, ഉമർ റളിയല്ലാഹു തആല ഇതിനോട് പറഞ്ഞു, പത്രേ അബൂറെ, നമ്മളെല്ലാവരും ഇവിടെ കരഞ്ഞു തോരാത്ത കണ്ണുനീരുമായിരിക്കുമ്പോ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും പോയിരിക്കുന്ന അവിടുത്തെ ജീവിതത്തിന്റെ ഒരു ആശ്വാസമായിരുന്നു ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹയുടെ വീട്. മിഅ്റാജ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോകുന്നത് ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വാസത്തിന് വേണ്ടി പലപ്പോഴും പോയിരിക്കാറുള്ള ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ ഉമ്മുഹാനി റളിയല്ലാഹു തആല എന്ത് ചെയ്യുകയാണ് എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുചരന്മാരായ അബൂബക്കർ റളിയല്ലാഹു തആല, ഉമർ റളിയല്ലാഹു തആല, ഉമ്മുഹാനി റളിയല്ലാഹു തആലയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ സമയത്ത് അവിടെ കാണുന്ന കാഴ്ച മഹദിയായ ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹ വല്ലാതെ വിഷമം സഹിക്കാൻ കഴിയാതെ കൊച്ചുകുട്ടിയെ പോലെ എങ്ങനെടിച്ചു കരയുകയാണ്. വിഷയത്തിന്റെ വൈപുല്യത കൊണ്ട് എവിടെയെങ്കിലും ഈ വിഷയത്തിന്റെ ഒരു ഭാഗം പറഞ്ഞ് അവസാനിപ്പിച്ച് പിരിയേണ്ടതുള്ളത് കൊണ്ട് എന്റെ പതിവ് ശൈലിയിൽ നിന്ന് മാറി ആമുഖങ്ങളില്ലാതെ ഞാൻ തുടങ്ങുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട വളർത്തുമ്മയെ പോലെ സ്നേഹിച്ച ബഹുമാനപ്പെട്ട ഉമ്മുഹാനി റളിയല്ലാഹു തആല ആ കൊച്ചുകുട്ടികളെ പോലെ എങ്ങനെടിച്ചു തന്റെ മനസ്സിന്റെ ഉള്ളിൽ വിതുമ്പത്തിൽ നിന്ന് സങ്കടം മുഴുവനും കണ്ണുനീരിലൂടെ പറഞ്ഞു തീർക്കുമ്പോ ആ സമയത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും ബഹുമാനപ്പെട്ട ഉമ്മുഹാനി റളിയല്ലാഹു തആലയോട് ചോദിച്ചു, എന്താ കരച്ചിലടക്കാൻ കഴിയാത്തതെന്താ? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറഞ്ഞു പോയ ദുഃഖത്താലാണ് കരയുന്നതെങ്കിൽ ആ ദുഃഖം മുഴുവനും മനസ്സിന് പിടിക്കാൻ കഴിയാതെ നിങ്ങളെക്കാൾ ദുഃഖിക്കുന്നവരെ ഞങ്ങളല്ലേ, പിന്നെന്തിനാണ് നിങ്ങൾ വല്ലാതെ കരയുന്നതെന്ന് ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുമ്പോ ആ സമയത്ത് മഹദിയായ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, പത്രേ അബൂബക്കറേ, ഉമറേ റളിയല്ലാഹു തആല അൻഹുമാ, ഞാൻ കരയുന്നത് എന്തിനാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ വിട പറഞ്ഞു ദുഃഖം എന്റെ മനസ്സിൽ വല്ലാതെയുണ്ട്. എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും വന്നിരിക്കുന്ന ഭവനമായ എന്റെ ഭവനം മിഅ്റാജിന് പോലും ആകാശാരോഹണത്തിന് സാക്ഷ്യം വഹിച്ച വീടല്ലേ എന്റെ വീട്. ഞാനിപ്പോഴും കരയുന്നത് എന്തിനെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ നഷ്ടപ്പെട്ടു എന്ന വല്ലാത്ത ദുഃഖം എന്റെ മനസ്സിനെ മതിക്കുന്നതിനോടൊപ്പം എനിക്ക് വല്ലാത്തൊരു നഷ്ടമോട്ടിട്ട് ഞാൻ കരയുകയാ. നമുക്ക് സംഭവിച്ച വലിയൊരു വല്ലാത്ത നഷ്ടമോട്ടിട്ടാ എന്റെ തേങ്ങനടങ്ങാത്തത്. എന്താ നമുക്ക് സംഭവിച്ച വലിയ നഷ്ടമേടാ? ഓ സമയത്താണ് ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ വിട പറഞ്ഞതുകൂടെ അവിടുത്തെ ശരീരം കൊണ്ട് റൗള ശരീഫിന്റെ മാരണത്തിലേക്ക് വെച്ചതോടുകൂടി കദിംഗത്തെ വഹിയു മിനസ്സമാ, കദിംഗത്തെ വഹിയു മിനസ്സമാ,
ഭാഗ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ? കതിങ്കത്തെ വഹ്യു മിനസ്സമാ, ഇനി ആകാശത്ത് നിന്ന് വഹ്യുമായി ജിബ്രീൽ വരില്ലല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മാലാഖമാരുടെ നേതാവായ കോടാനുകോടി മലക്കുകളുടെ നേതാവായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശഗോളം പിളർന്നിട്ട് ഭൂമിയിലേക്ക് വരില്ലല്ലോ. കസൽസലത്തിന്റെ റസൂൽ, ഇനി വഹീന്റെ മണിനാദം മുടങ്ങുകയില്ലല്ലോ. ഇനി ഒരിക്കൽ കൂടി ജിബ്രീൽ വരില്ലല്ലോ. 1000 വർഷങ്ങളായി അടിച്ചമർത്തപ്പെട്ട ജനതയുടെ അവകാശത്തിന്റെ പ്രഖ്യാപനത്തിന് വേണ്ടി ജബലന്നൂർ പർവ്വതത്തിലേക്ക് ഇക്രവുമായി വന്ന് അവസാനം 23 വർഷക്കാലം മക്കയുടെ പുളകമായി, മദീനയുടെ രോമാഞ്ചമായി, ആകാശലോകത്തിൽ നിന്ന് പടച്ചറപ്പിന്റെ സന്ദേശവുമായി ആകാശവും ഭൂമിയും തമ്മിലുള്ള ഏറ്റവും വലിയ ബന്ധത്തിന്റെ ഇടനിലക്കാരനായി ഇനി വന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരില്ലല്ലോ. കദിങ്കത്തെ വഹ്യു മിനസ്സമാ, ആകാശത്ത് നിന്ന് ജിബ്രീൽ വരില്ലല്ലോ. നോക്കിട്ടാണ് കരയുന്നതെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ബീവി ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹാ. യഥാർത്ഥത്തിൽ സഹോദരങ്ങൾ, ഇതൊരു വല്ലാത്ത നഷ്ടമല്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ വിയോഗത്തോട്. ഇനി ജിബ്രീലിനെ കാണാൻ കഴിയില്ലല്ലോ അലൈഹിസ്സലാത്തു വസ്സലാം. ആരാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം? അല്ലാഹുവിന്റെ മലക്കുകളെ പറയുമ്പോ ആ മലക്കുകളുടെ നേതാവാണ് ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ. അല്ലാഹു ഖുർആനിലെ പേരെടുത്ത് പറഞ്ഞ മലക്കല്ലയോ. ഖുൽമൻ കാന അദുവ്വൻ ലിജിബ്രീൽ വമികാല ഫഇന്നല്ലാഹ അദുവ്വുൽ കാഫിരീൻ. പരോക്ഷമായും പ്രത്യക്ഷമായും ഖുർആനിൽ ഏറെ പരാമർശിക്കപ്പെട്ട ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, അല്ലാഹു പരോക്ഷമായിട്ട് പറഞ്ഞ നസല ബിഹി റൂഹുൽ അമീൻ, പരിശുദ്ധാത്മാവെന്ന് അല്ലാഹു തന്നെ അപരനാമം കൊടുത്ത നസല ബിഹി റൂഹുൽ അമീൻ, ഏറ്റവും വലിയ അനുഗ്രഹം ഈ ലോകത്തിൽ തന്നതാരാ? ഖുർആൻ നമുക്ക് പകർന്നു തന്നത് ജിബ്രീലല്ലേ? സഹോദരങ്ങളെ, ഏറ്റവും വലിയ അനുഗ്രഹമായ ഖുർആൻ മാത്രമോ ഒരു പുരുഷന്റെ ആയുസ്സിന്, ഒരു വിശ്വാസിയുടെ ആയുസ്സിന് ഏറ്റവും വലിയ അനുഗ്രഹം തന്നതാരാ? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാം. ഒരു മനുഷ്യന്റെ, ഒരു സത്യവിശ്വാസിയുടെ ആയുസ്സിലെ ഏറ്റവും വലിയ അനുഗ്രഹമായ ലൈലത്തുൽ ഖദ്ർ കൊണ്ടുവരുന്നതാരാ? തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് മലക്കുകൾ ഭൂമിയിലേക്ക് വരുന്ന നമ്മയുമായി ഏറെ ബന്ധപ്പെട്ട ഒരു മലക്കാണ് ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഏറെ മലക്കുകളുടെ മുഴുവൻ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഒന്നുകൂടി ഫസ്റ്റ് തുടങ്ങിയതുപോലെ. ഈ ഗ്രൗണ്ടിൽ സൗദി നോക്കിയാലും ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഗ്രൗണ്ട് തുറന്നതാണ്. പരമാവധി അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, തുറന്നു കിടക്ക ഗ്രൗണ്ട്. എത്ര സൗണ്ട് കൊടുത്താലും എത്തൂല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സലാത്ത് പോരാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജബലന്നൂർ പർവ്വതത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ നബിയെ ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ആദ്യമായി ഇഖ്റ എന്ന നാമവുമായി വിശുദ്ധമായ ഖുർആൻ കയ്യിലേന്തി നടന്നു വന്ന മലക്ക് ജിബ്രീൽ അവസാനം 23 വർഷക്കാലമായി ഏറ്റവും അവസാനം എന്നായത്തുകൊണ്ട്
പരിസമാപ്തി കുറിക്കുന്നത് വരെ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഏതാണ്ട് 20,000-ത്തിലധികം പ്രാവശ്യം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ 23 വർഷക്കാലത്തിന്റെ ഇടയിൽ 20,000 പ്രാവശ്യത്തിലധികം മടങ്ങ് തിരിച്ചു റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് വളരെ പ്രധാനപ്പെട്ട ചില മലക്കുകളെയാണ് നമുക്ക് പഠിക്കേണ്ടത്. അള്ളാഹു ബോധം നൽകട്ടെ. ആരാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം? സഹോദരങ്ങളെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ യഥാർത്ഥ രൂപമേതാ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ യഥാർത്ഥ രൂപമേതാ? യഥാർത്ഥത്തിൽ മലക്കുകളാരാ? എത്ര മലക്കുകളുണ്ട്? എത്ര മലക്കുകളുണ്ട്? തഫ്സീറു അശരിൻ മിൻഹുമു ജിബ്രീലു മീകായിൽ ഇസ്റാഫീൽ അസ്റായീലു മുൻകരന കേറോ ആറതീബു വകദാ അതീദു മാലികു റിദ്വാനിൽ ഹുദാ. പ്രധാനപ്പെട്ട മലക്കുകൾ 10 മലക്കുകളാണ്. നമ്മൾ 10 മലക്കുകളുടെ പേര് മദ്രസയിൽ പഠിക്കുന്നെങ്കിലും യഥാർത്ഥത്തിൽ മലക്കുകൾ എത്രയുണ്ട്? മലക്കുകളുടെ എണ്ണം എത്രയാ? അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണം പറയുമ്പോ ഇനി ഞാൻ പറയാൻ പോകുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ യഥാർത്ഥ രൂപം എന്താ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശക്തി എത്രയാ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, നന്നായിട്ട് കേൾക്കണേ, തമാശ പറയാനൊന്നും സമയമില്ല, നന്നായിട്ട് കേൾക്കണം. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മലക്കിന്റെ ശക്തി എത്ര? പവർ എത്രയാ? സാധാരണ നമ്മൾ പറയുന്ന പവറൊക്കെ ഹോഴ്സ് പവറാ, കുതിരശക്തി, ആനശക്തി, ആനക്കെടുക്കുന്ന ശക്തി. ഒരു മലക്കിന്റെ പവർ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശക്തി എത്രയാ? ആദ്യം അത് പഠിക്കണമെങ്കിൽ കുറെ കാര്യങ്ങൾ ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ മലക്കുകളുടെ എണ്ണം എത്രയാ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എല്ലാത്തിന്റെയും കുറെ പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ എണ്ണം അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു പറയുകയാണ്, അല്ലാഹുല്ലദീ ഖലഖ സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാം. ഈ ആകാശത്തെയും ഭൂമിയെയും പടച്ചെടുക്കാൻ എനിക്ക് വേണ്ടി വന്നത് 6 ദിവസമാ. അല്ലാഹു പറയുകയാണ്, അല്ലദീ ഖലഖ സബഅ സമാവാതി വ മിനൽ അർളി മിഥ്ലഹുന്ന. ഈ ഭൂമിയും ആകാശവും 7 തട്ടുകളാണെന്ന് പറയുമ്പോ എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ആകാശമേടാണ്, ഭൂമിയേടാണ്, ലോകത്തുള്ള പലതിന്റെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മലക്കുകളുടെ എണ്ണത്തെ കുറിച്ച് പറയുമ്പോ അല്ലാഹു പറയുകയാണ്, ആകാശഭൂമികൾ എണ്ണി തീർത്ത മനുഷ്യ, ആകാശത്തിലും ഭൂമിയിലുള്ള ഗോളങ്ങൾ എണ്ണി തീർത്ത മനുഷ്യ, ശാസ്ത്രത്തിന്റെ കണക്ക് പ്രകാരം ഈ പ്രപഞ്ചത്തിൽ 60,000 കോടി ഗാലക്സി ഉണ്ടെന്നാ. ശാസ്ത്രലോകം നിലക്കത്തിരുന്ന് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നക്ഷത്രങ്ങളെയും എണ്ണി തീർക്കാൻ ശ്രമിച്ചപ്പോ ഏതാണ്ട് 60,000 കോടി ഗാലക്സിയുള്ള ഈ പ്രപഞ്ചത്തിന്റെ ഒരേ ഒരു ഗാലക്സിയായ ക്ഷീരപഥത്തിൽ തന്നെ ഏതാണ്ട് 80,000 കോടിയിലധികം നക്ഷത്രമില്ലെന്ന് ശാസ്ത്രജ്ഞന്മാരെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അവര് പറയുന്നത് ക്ഷീരപഥത്തിലുള്ള നക്ഷത്രത്തെ മുഴുവനും ഒരു സെക്കൻഡിന് 1 എന്ന എണ്ണത്തിൽ എഴുതിയ അത് എണ്ണാൻ 4000 പ്രകാശവർഷം വേണമെന്ന് പറയുമ്പോ അല്ലാഹു പറയുകയോ, ഈ പ്രപഞ്ചത്തിൽ ഒരുക്കി വെച്ച നക്ഷത്രങ്ങളെ പോലും എന്നെ തിട്ടപ്പെടുത്താൻ മനുഷ്യ നിനക്ക് കഴിഞ്ഞാലും മനുഷ്യരെന്നെ തിട്ടപ്പെടുത്താൻ കഴിയാത്ത എണ്ണമേടാ. അല്ലാഹു പറയുകയാണ്, ആകാശത്തെ നക്ഷത്രങ്ങളെ മാനവാ ചിലപ്പോൾ നിനക്ക് എന്നെ തിട്ടപ്പെടുത്താൻ കഴിയേക്കാം. പക്ഷേ വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, അല്ലാഹുവിന്റെ പട്ടാളത്തെ എണ്ണി തീർക്കാൻ, പടച്ചറപ്പിന്റെ പട്ടാളത്തെ എണ്ണി തീർക്കാൻ അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്ക് കഴിയില്ല. മലക്കുകൾ എത്രയാ? അല്ലാഹുവിന്റെ പട്ടാളം മലക്കുകളെ അല്ലാഹു എന്ന് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാ? ജുനൂദുർ റഹ്മാൻ. ബദറിലിറങ്ങിയ പട്ടാളമില്ലേ? പടച്ചറപ്പിന്റെ പട്ടാളമാ മലക്കുകൾ. അവരെത്രയാ നിന്നെ തിട്ടപ്പെടുത്താൻ നിനക്ക് സാധ്യമല്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പട്ടാളം അതാരാ? മലക്കുകൾ. ജുനൂദുർ റഹ്മാൻ,
അതാണ് ബദറിലിറങ്ങിയത്. അതാണ് ബദറിലിറങ്ങിയത്. വലഖദ് നസറകുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. എന്റെ പട്ടാളത്തെ ഞാൻ ഇറക്കി ബദറിൽ. ഇൻഷാ അല്ലാഹ് ഇറങ്ങണം. ഇറാഖിലിറങ്ങണം, അഫ്ഗാനിലിറങ്ങണം, സെർബിയയിലിറങ്ങണം, ഇന്ത്യയിലിറങ്ങണം, കാശ്മീരിലിറങ്ങണം. ഇറങ്ങണ സഹോദരങ്ങളെ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇനി ലോകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കും പിന്നെ മലായികത്തിനുമാണ്. ഇനി ലോകത്താർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അതിനെ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കും അള്ളാഹുവിന്റെ മലായികത്തിനുമാ. ആ രീതിയിലേക്ക് ഭൂമി മാറിക്കഴിഞ്ഞു. അള്ളാഹു പറയുകയാ, മലക്കുകൾ എത്രയുണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ ആർക്ക് സാധ്യമല്ല. ശ്രദ്ധിച്ചു കേൾക്കണേ, ശ്രദ്ധിച്ചു കേട്ടില്ലെങ്കിൽ മനസ്സിലാകൂല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ, ഞാൻ ക്യാപ്സൂൾ പരുവത്തിൽ പറയില്ല, ഇത് തീരൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചില മലക്കുകളുടെ എണ്ണം പറഞ്ഞിട്ടുണ്ട്. ചില മലക്കുകളുടെ എണ്ണം പറഞ്ഞിട്ടുണ്ട്. ഏതാ? നമ്മളെല്ലാവരും പണ്ട് മുതലേ കേൾക്കുന്ന ഒന്ന്, അള്ളാഹുവിന്റെ അർശും കുർസും. എന്താ സാധനം? അള്ളാഹുവിന്റെ അർശും കുർസും എന്താ സാധനം? കുറെ നാളുകൊണ്ട് നമ്മൾ കേൾക്കണല്ലേ അള്ളാഹുവിന്റെ അർശും കുർസും. എന്താ കുർസി എന്ന് പറഞ്ഞാൽ കസേര. ഇപ്പൊ അടി നടക്കണ സാധനം. സാധാരണ അടി നടക്കുന്ന സാധനം കസേരമേ ഇരിക്കാനാണല്ലോ ഈ അടി. എല്ലായിടത്തും അടിയാ. കസേരമേ ഇരിക്കാനും ഫോട്ടോ വരാൻ അടിയോടടിയാ. നബിദിന റാലി നടത്തും, നേതാക്കന്മാര് ഫ്രണ്ടിൽ നിൽക്കും. രണ്ടാമത്തെ നിര നിൽക്കുന്ന ആളുകളുടെ ഫോട്ടോ പത്രത്തിൽ വരൂല. ഫ്രണ്ടിൽ നിൽക്കുന്നവരുടെ ഫോട്ടോ പത്രത്തിൽ, രണ്ടാമത്തെ നിരയുടെ ഫോട്ടോ വരൂല. അപ്പൊ റാലി സമാപിക്കണം അവിടെ വെച്ചിട്ട് പത്രക്കാര് മുഴുവനും ഫോട്ടോ എടുക്കാൻ പോകുമ്പോ രണ്ടാം നിര നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, ഫ്രണ്ടിൽ പിന്നെ ഭയങ്കര തിരക്കായിരിക്കും. ഈ ഫോട്ടോ ആണ് നാളെ പത്രത്തിൽ വരിക. അപ്പൊ എന്റെ രണ്ടാം നിര വരൂല, ഇവന്റെ പുറകിലായില്ലേ. അപ്പൊ ഫോട്ടോ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോ മുമ്പിൽ നിൽക്കുന്നവന്റെ ചെരുപ്പി പുറകിൽ നിൽക്കുന്ന നേതാവ് ചവിട്ടും. അപ്പൊ അവന്റെ കാലുമേ ചെരുപ്പ് ഊരും. അതെടുക്കാൻ അയാൾ കുനിയും. അപ്പൊ ഫോട്ടോ എടുക്കും. മോന്താരുടെ വരും, മുഖം ആരുടെ വരും. ഇതാണ് കസേര. ഏറ്റവും കൂടുതൽ അടി ഉണ്ടാകുന്ന വിഷയം മത്സരം ഇതില. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അർശും കുർസും എന്താത്? അള്ളാഹു തന്നെ പറയുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണ ഖുർആൻ. ഇങ്ങോട്ട് നോക്കി, ശ്രദ്ധിച്ച്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ അല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും ആയത്തുൽ കുർസി ഓതുമ്പോ അതിനകത്ത് നമ്മൾ ഓതാറുണ്ട് വസിയ കുർസിയുഹു സമാവാതി വൽ അർദ്. വസിയ കുർസിയുഹു, അല്ലാഹുവിന്റെ അർശും കുർസും വിശാലമാ. അല്ലാഹുവിന്റെ അർശ് എത്രത്തോളം വിശാലമാണ്. പടച്ചറപ്പിന്റെ അർശിന്റെ വിശാലത എത്രയാ സഹോദരങ്ങളെ? പടച്ചറപ്പിന്റെ അർശിന്റെ സിംഹാസനത്തിന്റെ വലിപ്പം എത്രയാ? വസിയ കുർസിയുഹു സമാവാതി വൽ അർദ്, ആകാശഭൂമികളെക്കാൾ വലിപ്പമുണ്ട് അല്ലാഹുവിന്റെ അർശിനെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഒരു കണക്ക് ജിബ്രീലിന്റെ ശക്തി പറയാനാണ് ഞാനീ പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിന്റെ അർശിന് എന്ത് വലിപ്പുണ്ട്? വസിയ കുർസിയുഹു സമാവാതി വൽ, ഈ ആകാശം, ഈ ഭൂമി, ഇതിന്റെ എല്ലാം ഇടയില് അള്ളാഹുവിന്റെ അർശ്, അതിന്റെ വലിപ്പം. ഇങ്ങോട്ട് ശ്രദ്ധിക്കും മനുഷ്യന്മാരെ, കോടീശ്വരൻ ഇരിക്കണ കസേരയല്ല ഇത്. ഇത് വസിയ കുർസിയുഹു സമാവാതി വൽ അർദ്, ലോകത്തിന്റെ ഖജനാവിന്റെ ഉടമസ്ഥനായ തമ്പുരാൻ അല്ലാഹുവിന്റെ അർശ് ആകാശഭൂമികളേക്കാൾ വലുതാണ് ആണല്ലോ. അപ്പൊ അതിന്റെ വലിപ്പം ഒന്ന് മനസ്സിലായോ? അതിന്റെ വലിപ്പം മനസ്സിലായോ? ഈ അർശിനെ താങ്ങി നിർത്തിയിരിക്കുന്നത് മലക്കുകളാണ്. ആകാശഭൂമികളുടെ വിശാലതയുള്ള അർശിനെ താങ്ങി നിർത്തിയിരിക്കുന്നത് മലക്കുകളാണ്. എത്ര മലക്കുകൾ? وَيَحْمِلُ عَرْشَ رَبِّكَ فَوْقَهُمْ يَوْمَئِذٍ ثَمَانِيَةٌ وَيَحْمِلُ عَرْشَ
يومئذ ثمانية يومئذ تعرضون لا تخفى منكم خافية അള്ളാന്റെ ഖുർആൻ പറയുകയാ പടച്ചറപ്പിന്റെ അർശിനെ താങ്ങനെ തിരിക്കുന്നത് യൗമൈദിനെ സമാനിയ 8 മലക്കുകളാണ് അള്ളാന്റെ അർശിനെ താങ്ങനെ തിരിക്കുന്നതെങ്കിൽ ആകാശഭൂമികളെക്കാൾ വിശാലമായ പടച്ചറപ്പിന്റെ അർശിനെ താങ്ങി നിർത്താൻ 8 മലക്കുകൾക്ക് കഴിയുമെങ്കിൽ ആ ഒരു മലക്കുകളുടെ ശക്തി എത്രയാ സഹോദര? എന്തേ ചിന്തിക്കാത്തതെന്താ? ആകാശഭൂമികളുടെ വിശാലതയുള്ള പടച്ചറപ്പിന്റെ അർശിനെ താങ്ങി വെച്ചിരിക്കുന്നത് 8 മലക്കുകളാണെങ്കിൽ ആ 8 മലക്കുകളാ ഈ പ്രപഞ്ചത്തെ പോലും താങ്ങുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അർശവിടെ ആയിരിക്കുക. അർശിനെ മാത്രം താങ്ങിയാ മതിയോ? 1-ാം ആകാശം കഴിഞ്ഞ് 2-ാം ആകാശം കഴിഞ്ഞ് 3-ാം ആകാശം കഴിഞ്ഞ് 4-ാം ആകാശം കഴിഞ്ഞ് 1-ാം ആകാശം എടുത്തിട്ട് 2-ാം ആകാശത്തിൽ വെച്ചോ 1-ാം ആകാശത്തിന്റെ വലിപ്പമത്രയാ? ഭൂമിയെ മുഴുവനും അടിച്ചു പരത്തിയിട്ട് ഈ പ്രതിശാലമായ ഭൂമിയെ മുഴുവനും അടിച്ചു പരത്തിയിട്ട് അതിന്റെ പക്കത്ത് 1 രൂപയുടെ നാണയം വെച്ചാ ആ നാണയത്തിന് എന്ത് വലിപ്പമുണ്ടോ? ആ വലിപ്പമേ 2-ാം ആകാശത്തിന്റെ മുകളിൽ 1-ാം ആകാശത്തെ എടുത്തു വെച്ചാൽ 1-ാം ആകാശത്തിന് ഉണ്ടാവുകയുള്ളൂ. 3-ാം ആകാശത്തിലേക്ക് 2-ാം ആകാശത്തെ വെച്ചാൽ 2-ാം ആകാശത്തിന്റെ വലിപ്പം എത്രയാ? ചന്ദ്രഗോളത്തെ മുഴുവനും അടിച്ചു പരത്തിയിട്ട് അതിന്റെ നടുവിലൊരു കടുകുമണി വരിക്കുന്ന വലിപ്പമേ 2-ാം ആകാശത്തിന് 3-ാം ആകാശത്തിനുള്ളൂ. 3-ാം ആകാശത്തേക്കാൾ വലിപ്പമാണ് 4-ാം ആകാശത്തിന്. ഇത് ശാസ്ത്രം തന്നെ തെളിയിച്ചടാ. മുകളിലോട്ട് പോകും തോറും വിശാലത വർദ്ധിക്കുകയാണ്. അല്ലാഹു 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞിട്ടുണ്ടാ എല്ലാം വലുതായിക്കൊണ്ടിരിക്കുകയാ. 7 ആകാശങ്ങളുടെ മുകളിൽ അർശം നിർസിയിരിക്കുമ്പോ 8 മലക്കുകളാണ് ഇതിനെ താങ്ങിലെത്തുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പൊന്നുമോനെ ഈ മലക്കുകളുടെ മുഴുവനും നേതാവാണ്. മുഖർറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഈ 8 മലക്കുകൾ അർശിനെ താങ്ങി നിൽക്കുന്നത് ആ മലക്കുകളുടെ നേതാവാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശക്തി എത്രയാ? അനുയായികളെക്കാൾ ഇച്ചിരി കൂടെ ഒരുപടി മുമ്പിലായിരിക്കുമല്ലോ നേതാവ്. അനുയായികളെക്കാൾ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള ആളായിരിക്കുമല്ലോ നേതാവ്. അപ്പൊ ഈ മലക്കുകളുടെ മുഴുവൻ നേതാവാണ് ബഹുമാനപ്പെട്ട മുഖർറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അത്രയ്ക്ക് വലിയ ശക്തിയാ, അത്രയ്ക്ക് വലിയ ശക്തിയാ. എന്താ ശക്തി അതറിയുന്നുണ്ട്? എന്താ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ യഥാർത്ഥ രൂപം? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 പ്രാവശ്യം മാത്രമേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ യഥാർത്ഥ രൂപം കണ്ടിട്ടുള്ളൂ. 2 പ്രാവശ്യം. എപ്പോ? 2 പ്രാവശ്യമേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീലിന്റെ യഥാർത്ഥ രൂപം കണ്ടിട്ടുള്ളൂ. എപ്പോഴാ? ഒന്നപ്പെടാ നാദുമായി വരുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചപ്പോ റസൂലുള്ള പനി വന്നിട്ട് പേടിച്ചു വിളച്ചോന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ആദ്യമായിട്ട് ജിബ്രീലിന്റെ യഥാർത്ഥ രൂപത്തിൽ കാണുന്നത് എപ്പോഴാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖദീജ ഞാൻ ഹിറാ ഗുഹയിലിരിക്കുമ്പോ ഇക്രേ വായിഫാന്ന് പറഞ്ഞിട്ടൊരു മലക്ക് വന്നു. ആ മലക്ക് ജിബ്രീലാണ്. യഥാർത്ഥ രൂപത്തിലാ വന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് 600 ചിറകുകളുണ്ട്. 600 ചിറകുകളുണ്ട്. ജിബ്രീലിന് 600 ചിറകുകളുണ്ട്. അതിൽ ഒരേ ഒരു ചിറകെടുത്താൽ ആകാശഭൂമികളുടെ വലിപ്പം വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് 600 ചിറകുകൾ. അതിലൊരു ചിറകെങ്ങാനും
എത്തിക്കഴിഞ്ഞ ആകാശഭൂമികളുടെ വിശാലതയുണ്ട്. ഒരേ ഒരു ചിറകിനെങ്കിലും ബാക്കിയുള്ള 599 ചിറകുകൾ വിടത്തിയാൽ അവസ്ഥയെന്താ? കുറേ ചരിത്രത്തിന്റെ പശ്ചാത്തലം ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം. ആദ്യമായി കണ്ടത് ഹിറാ ഗുഹയിലാണ്. പനിക്കാതിരിക്കോ, പേടി വരാതിരിക്കോ, പനിക്കാതിരിക്കോ, പേടി വരാതിരിക്കോ. അതുകൊണ്ട് ആ ഭാര്യയുടെ അടുക്കലേ കൂടി ചെന്നിട്ട് പറഞ്ഞത് ഖദീജ, ഖദീജ എന്നെ ഒന്ന് പുതപ്പിട്ട് മൂട് ഖദീജ. അങ്ങനെയാ പേടിച്ചല്ലാതെ പേടിച്ചല്ല. 600 ചിറകുകൾ അതങ്ങട് കണ്ടപ്പോ റസൂലുള്ളാഹി പേടിച്ചു വിറച്ചുപോയി. പേടിച്ചു വിറച്ചിട്ട് പനി വന്നു. നേരെ പോയി ഭാര്യയുടെ അടുക്കലേക്ക്. ഭാര്യ, ഖദീജ എന്നെ ഒന്ന് പുതപ്പിട്ട് മൂട് ഖദീജ, ഞാനൊന്ന് എന്റെ പനി ഒന്ന് മാറട്ടെ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഭർത്താവിന് പനി വന്നാൽ നേരെ എവിടെ പോണം? ഭർത്താവിന് പനി വന്നാൽ നേരെ എവിടെ പോണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി ഖദീജ ബീവി 2 കൈയും പിടിച്ച് മടിയിൽ കിടത്തി. എന്നിട്ട് തലമുടിയിൽ ഇങ്ങനെ തടികി തലോടിയിട്ട് പറഞ്ഞു, എന്താ ഇത്ര പേടിയും ബേജാറും ഒക്കെ? എന്താ മനുഷ്യനെ അല്ലേ? എന്താ മനുഷ്യനെ ഇത്ര വലിയ പേടി? ഇപ്പൊ ഒരാൾ വന്നിട്ട് 6666 എന്നെ ഇരുന്നു. ഒരു സഹോദരി എന്ന ഉസ്താദിന്റെ കജ്ജുമ്മെ തന്നെ വെക്കണമെന്ന് പറഞ്ഞു. എന്താ നിങ്ങൾ വിഷമിക്കുന്നത് എന്തിനാ? അപ്പൊ ഭർത്താവിന് പനി വന്ന് ഭാര്യയുടെ മടിയിൽ കിടന്ന് പനി മാറുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിപ്പോ രണ്ടും നടക്കൂല. ഭർത്താവൊട്ട് പോയിട്ട് ഭാര്യയുടെ മടി കിടക്കത്തുമില്ല, കിടന്നാലൊട്ട് ഭാര്യ കൊള്ളാവല്ലോ വയസ്സാം കാലത്ത് ഇയാളുടെ മോഹം. അന്ന് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വയസ്സെത്രയുണ്ട്? അന്ന് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വയസ്സെത്രയുണ്ട്? എന്തോ ഒന്ന് ചിന്തിച്ചു നോക്ക് മനുഷ്യൻ. 25ാമത്തെ വയസ്സിലല്ലേ കല്യാണം കഴിഞ്ഞത്? നുബൂവത്ത് കിട്ടുന്ന അപ്പൊ ഖദീജ ബീവിക്ക് 40 വയസ്സല്ലേ? നുബൂവത്ത് കിട്ടുന്ന 40ാമത്തെ വയസ്സിലല്ലേ? അപ്പൊ 15 വർഷം കഴിഞ്ഞു അല്ലേ? അപ്പൊ ഖദീജ ബീവിക്ക് വയസ്സെത്രയായി? 55 വയസ്സ്. 55 വയസ്സുള്ള കിളവിയുടെ മടിയിലാ തല വെച്ചത്. 55 വയസ്സുള്ള കിളവിയുടെ മടിയിലാ തല വെച്ചത്. കിളവി വയസ്സായെന്ന് വിചാരിച്ചിട്ട് അനുരാഗം ഇല്ലാതാവൂലല്ലോ, സ്നേഹം ഇല്ലാതാവൂലല്ലോ. വയസ്സായാലും ഭാര്യയും ഭർത്താവും പ്രേമിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പറയാൻ സമയമില്ല മോനെ. വാർദ്ധക്യ സ്നേഹത്തിന് തടസ്സമല്ല. അപ്പൊ ആ സമയത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ ആ ഒരു സ്നേഹമുണ്ടായപ്പോ മനസ്സിന്റെ ദുഃഖം മാറി. അങ്ങനെ ആകണം ഭാര്യയും ഭർത്താവും എന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നബിതങ്ങൾ മാത്രമല്ല, സന്തുഷ്ടാ ഭാര്യ ഭർത്തൃ തദൈവജ യസ്മിൻ ദേവ കുലേ നിത്യം കല്യാണം തത്ര വൈഭവം. സന്തുഷ്ടാ ഭാര്യ ഭർത്തൃ തദൈവജ യസ്മിൻ ദേവ കുലേ നിത്യം കല്യാണം തത്ര വൈഭവം. പരസ്പരം സ്നേഹിക്കുന്ന ഒരു ഭാര്യയ്ക്കും ഭർത്താവും സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് കല്യാണം എന്ന് ഭഗവത്ഗീത. സ്നേഹിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഹുമാനപ്പെട്ട നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രണ്ടാമത് യഥാർത്ഥ രൂപത്തിൽ കണ്ട സന്ദർഭമേതാ? വലഖദ് റആഹു നസിലതന ഉഖറാ ഇന്ന സിദ്റത്തുൽ മുൻതഹാ ഇന്നാ ജന്നത്തുൽ മഅവാ. മേറാജിന്റെ യാത്ര പോകുമ്പോ ഉമ്മാനി റളിയല്ലാഹു തആലയുടെ വീട്ടിൽ നിന്ന് ബുറാഖ് എന്ന വാഹനത്തിൽ കയറി സപ്തമാനങ്ങളും താണ്ടിക്കടന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക്, അവിടെ നിന്ന് പിന്നീട് ഏഴാനാകാശത്തിലേക്ക്, ഏഴാകാശങ്ങളും താണ്ടിക്കടന്ന് ആലമുന്നാസൂത്തിൻ ജബറൂത്തങ്ങളെന്ന് അവസാന സിദ്റത്തുൽ മുൻതഹാ വരെയെത്തി. ജിബ്രീൽ പോവുകയാണ്. ബുറാഖ് എന്ന അതിശീഘ്ര ഗമന വാഹനമാണ്. വല്ലാഹു ആസിമു വജിബ്രീലു ഖാദിമു വസിദ്റത്തുൽ മുൻതഹാ മഖാമു വൽബുറാഖു മർകബു. ബുറാഖ് എന്ന വാഹനത്തിന്റെ ഡ്രൈവറായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. തൊട്ടുപുറകിൽ നബിയുനാ റസൂലുള്ളാഹ്. ഏഴാകാശങ്ങളെന്ന് രണ്ടുപേരുടെ യാത്ര നടക്കുകയാണ്. ആൽബർട്ട് ഐൻസ്റ്റീനെ പോലും വിസ്മയിപ്പിച്ച യാത്ര, ആകാശാരോഹണത്തിന്റെ യാത്ര. ഊരീകാറ് പോകുന്നതിന് മുമ്പ്, ആസ്വാദ കാലുകുത്തുന്നതിന് മുമ്പ്, ചന്ദ്രനും മറന്ന് സൂര്യനും കടന്ന് അതിനേക്കാൾ
പറഞ്ഞ് പ്രകാശം പോവുകയാണ്. രണ്ടു കൂട്ടുകാരുടെ യാത്ര. രണ്ടുപേരും പോയി. എന്നിട്ട് ചെറിയ യാത്രയല്ല, സ്വർഗം കാണിച്ചു കൊടുത്തു, നരകം കാണിച്ചു കൊടുത്തു, കാഴ്ചകൾ കുറെ കണ്ടു, പ്രവാചകരെ കണ്ടു. അവസാന സുഖത്തിൽ വന്നഹായിരത്തി. ആ സമയത്താണ് ജിബ്രീൽ പറഞ്ഞത്, നബിയേ നബിയേ ഞാനേ വരുന്നില്ല നബിയേ, പോവുക നബിയേ, പോവുക നബിയേ. അവിടെ വെച്ച് പിരിയുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം യഥാർത്ഥ രൂപം കാണിച്ചു കൊടുത്തു. 600 ചിറകുകൾ വിടത്തി, ആകാശഭൂമികളുടെ വലിപ്പമുള്ള 600 ചിറകുകൾ വിടത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമത് യഥാർത്ഥ രൂപത്തിൽ കണ്ടത് ഈ സദറത്തിൽ മന്ദഹാ ആകാശാരോഹണത്തിന്റെ മിഅ്റാജിന്റെ യാത്രയിലാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളതെന്താ, ഇത്രയേറെ വലിയ ശക്തിയുള്ള 600 ചിറകുകളുള്ള ജിബ്രീലല്ലയോ ആ നബി അലൈഹിസ്സലാത്തു വസ്സലാം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഇന്നും ഇന്നലെയുമൊക്കെ നമ്മുടെ പരിസര പ്രദേശത്ത് കേട്ട വാക്കുകൾ അത്ര നല്ല വാർത്തയല്ലല്ലോ. ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുക. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരികളോട് ലൈംഗിക ശുദ്ധി ജീവിതത്തിൽ ഉണ്ടാകണം. ആ ശുദ്ധി നഷ്ടപ്പെട്ടു പോയൊരു സമൂഹം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വലൂത്തന്നിൽ കാലിൽ കൗമിഹി أتأتون الفاحشة ما سبقكم بها من أحد من العالمين. ലോകത്തിലെ വരെ കേട്ടുകയില്ലാത്ത ലൈംഗിക വിശുദ്ധി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹം ലൈംഗിക ശുദ്ധി നഷ്ടപ്പെട്ടു പോയപ്പോ ആ സമയത്ത് ലൂത്ത് നബി വന്നു പറഞ്ഞ്, അല്ലാഹു നിങ്ങളെ ശിക്ഷയ്ക്ക് വിധേയമാക്കി കളയും, പണച്ചെറുപ്പ് നിങ്ങളെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് ഈ ലൈംഗിക തൃഷ്ണ, ഈ ലൈംഗിക ശുദ്ധിയുടെ നഷ്ടപ്പെടൽ സൂക്ഷിക്കണേ. ആരെ കണ്ടാല് കാമത്തോടെ പടന്നു കയറുന്ന അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞില്ലേ, ഒരു കാലഘട്ടം വരും പരസ്പരം വടിവെച്ചിരുന്നിട്ട് കരുതകൾ ഇണകൂടുന്നത് പോലെ, കരുതകൾ ഇണകൂടുന്നത് പോലെ, കോടി ഇണകൂടുന്നത് പോലെ ആണും പെണ്ണും പൊതുജനത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ഇണകൂടുന്ന കാലം വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു കാലം വരും ലോകാവസാനത്തിന് മുമ്പ് പട്ടാപ്പകൽ പച്ച വെളിച്ചത്തിൽ പട്ടാപ്പകൽ വെളിച്ചിട്ട് ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് ആണും പെണ്ണും കരുതയെ പോലെ കാമം തീർക്കുന്ന ഒരു കാലം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇന്ന് ആ കാലം എത്തിക്കഴിഞ്ഞു. ആർക്കും യാതൊരുവിധ പ്രശ്നമില്ല. എന്തേ സഹോദരങ്ങളെ, ബോംബെയിലെ ചുവന്ന തെരുവില് പരസ്യമായി റോഡ് വക്കിലാണ് പെണ്ണുങ്ങളോട് നിലനിന്നിട്ട് വിളിക്കുക. ഗൾഫിലെ പല രാഷ്ട്രങ്ങളിലും പരസ്യമായി വ്യഭിചാരം നടക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കാലമല്ലേ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറയുമ്പോ ഓർത്തുകൊള്ളുക. നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ലൂത്ത് നബിയുടെ സമൂഹത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോ, ലൈംഗിക ശുദ്ധി നഷ്ടപ്പെട്ടപ്പോ അല്ലാഹു പറഞ്ഞ ജിബ്രീലെ നശിപ്പിക്കുക, ജിബ്രീലെ നശിപ്പിക്കുക. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. ലൂത്ത് നബി ജീവിച്ചിരുന്ന, ലൂത്ത് നബിയുടെ സമൂഹം ജീവിച്ചിരുന്ന സമൂഹത്തിലേക്ക് അവിടെ വന്ന നബി അലൈഹിസ്സലാത്തു വസ്സലാം 600 ചിറകുകൾ ചിറകങ്ങൾ പൊക്കി. ആ ചിറകങ്ങൾ പൊക്കിയിട്ട് അവരെ താമസിച്ച ആ നാടുണ്ടല്ലോ, ആ നാട്ടിലേക്ക് JCBയുടെ പല്ല് കുത്തിയിറങ്ങുന്നത് പോലെ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളെ ദോഷമറിക്കുന്നത് പോലെ, ദോഷമറിക്കാൻ ചട്ടുകം കുത്തിക്കയറ്റുന്നത് പോലെ ആ ഭൂമിയിലേക്ക് തന്റെ ഒരേ ഒരു ചിറക് കുത്തിയിറക്കി. എന്നിട്ട് JCBയുടെ കൈവന്തിക്കുന്നത് മാതിരി അകത്തേക്ക് തള്ളിക്കയറ്റി. ആ ഒരൊറ്റ ചിറകുകൊണ്ട്, ആ ഒരൊറ്റ ചിറകില് ജിബ്രീലിന്റെ ഒറ്റ ചിറകിൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ നാട് മുഴുവനും ഒതുങ്ങി നിന്നപ്പോ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ചിറകുന്ന് മേലോട്ട് പൊക്കിയപ്പോ ആ നാടും നാട്ടുകാരും അവിടുത്തെ വടവൃക്ഷങ്ങളും രമ്യഹർമ്മങ്ങളും ആകാശത്തിന്റെ മുകളിലേക്ക് ഉയർന്നുപോയി. ഏതുവരെ ആകാശത്തുള്ള ആളുകൾ കോഴിയുടെ ശബ്ദം കേൾക്കുന്നത് വരെ, ആ നാട്ടിലെ കോഴികൾ അടച്ചിരുന്ന കൂട് പോലും ആകാശത്തിന്റെ മുകളിൽ വരെ പൊന്തുന്നത് വരെ ആ നാടിനെ ഒരൊറ്റ കോറിനെടുത്തിട്ട് ഒരു ചിറക് കൊണ്ട് പൊന്തിച്ചു.
പോലെ മരിച്ചിട്ടപ്പോ അവന് മുഴുവനെ ചാവുകളിൽ ചത്തുരുങ്ങിയെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. പൊന്നുമോനെ, ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ അള്ള നിയോഗിക്കുന്നത് ജിബ്രീലിനെയാ. ഭൂകമ്പം ഉണ്ടാവാറില്ലേ? അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഒരു ചിറകം നനക്കുമ്പോഴാണ് ഭൂമിയിൽ ഭൂകമ്പം ഉണ്ടാകുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ആ ചിറകുമേല് ചാവുകടൽ ഇപ്പോഴും ഉണ്ട്. മെയ് 6-ാം തീയതി ഞാൻ പോവാ ചാവുകടൽ കാണാൻ. കണ്ടിട്ട് വന്നിട്ട് ബാക്കി പറയാം. 87,000 രൂപ ഒരാൾക്ക്. ബൈത്തുൽ മുഖദ്ദസ് മുതൽ, മൂന്നാമത്തെ ഹറമല്ലേ, മൂന്നാമത്തെ പള്ളി, ബൈത്തുൽ മുഖദ്ദസ് മുതൽ മെയ് 6 മുതൽ 16-ാം തീയതി വരെ ഒരു യാത്രയുണ്ട്. 10 ദിവസം. വരുന്നവരൊക്കെ വന്നോളി. 87,000 നോക്കിയിട്ട് ഇത് കാണണം. ബാംഗ്ലൂർ ഊട്ടിയല്ല കാണേണ്ടത്. ഇത് കാണണം മനുഷ്യന്മാരെ. ചാവുകടൽ ഇന്നും കാണാം. ചാവുകടലിന്റെ മുകളിൽ ഇരുന്നിട്ട് പത്രം വായിക്കാം, മുങ്ങൂല. ചാവുകടലിന്റെ പ്രത്യേകത ഏതാ? ചാവുകടലത്ത് മുങ്ങിയാ മുങ്ങൂല, അതിനകത്ത് ഇരുന്നിട്ട് പത്രം വായിക്കും. കാണണ ഈ ദിട്ടാന്തങ്ങളൊക്കെ. എന്റെ പൊന്നുമക്കളെ, ജിബ്രീൽ വന്നിട്ട് ആ ചിറകങ്ങോട്ട് ഇട്ടിട്ടുണ്ടല്ലോ, തട്ടുകടൽ ദോശ കൊടുക്കണമല്ലോ, ഒരൊറ്റ കയറ്റങ്ങോട്ട് കയറ്റി, ഒരു പൊക്കലങ്ങോട്ട് പൊക്കി, നേരെ ആ ഭൂമി മുഴുവനും ആളുകളോട് കൂടെ ആകാശം മൊത്തങ്ങോട്ട് പൊക്കിയിട്ട് ചിറകങ്ങോട്ട് ചെരിച്ചൊരൊറ്റ അടി അടിച്ചു, നേരെ കമന്നിട്ട് താഴെ പോയി, ചത്തൊടുങ്ങിപ്പോയി. എപ്പോ ലൈംഗിക ശുദ്ധി നഷ്ടപ്പെട്ടാൽ ജിബ്രീൽ വീണ്ടും വരും അലൈഹിസ്സലാത്തു വസ്സലാം. എപ്പോ ലൈംഗിക ശുദ്ധി ഒരു സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ ഇന്തോനേഷ്യയിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ടുണ്ടാവണം, അല്ലെങ്കിൽ സുനാമി ഉണ്ടാവില്ല. തലശമ്പിച്ച സായിപ്പിന് മുഴുവനും വെള്ള ശരീരത്തെ മലർത്തിക്കൊടുത്ത ഇന്തോനേഷ്യയുടെ മുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നതുപോലെ സഹോദരങ്ങളെ നമ്മളൊക്കെ വല്ലാതെ പേടിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്താ മനുഷ്യന്മാരെ ചിന്തയില്ലാത്തത്? അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത മലക്കാണ് മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. നല്ല ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആരാ? വഹി കൊണ്ടുപോകാൻ നിയോഗിക്കപ്പെട്ട മലക്ക്, ശിക്ഷിക്കപ്പെടാൻ നിയോഗിക്കപ്പെട്ട മലക്ക്, അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത മലക്ക. ഈ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ നമ്മൾ പഠിക്കേണ്ടതെന്താ? അള്ളാന്റെ റസൂൽ പറയുകയാ, ഈ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിവസം കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ദുആ ചെയ്തുവത്രേ. കേൾക്കണേ ചെറുപ്പക്കാരാ, പെങ്ങളെ, ഇവരാരാ? യുസബ്ബിഹൂന ലൈല വന്നഹാര ലാ യത്റൂൻ. പകലുകളിൽ ഉറക്കമില്ലാതെ ഊരില്ലാതെ ഭാര്യയുടെ അടുക്കൽ പോകാതെ അല്ലാഹുവിനോട് സദാ സമയം ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിവസം കഅബാലയത്തിന്റെ കില്ല് പിടിച്ച് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തത്രേ. ഞാൻ എന്തിനാ ദുആ ചെയ്യുന്നതെന്തിനാ? ഞാൻ കരയുന്നതെന്തിനാ? 5 വഖത്ത് നിസ്കരിക്കുന്ന ആളല്ലേ ഞാൻ ഹാഫിളല്ലേ, ആലിമല്ലേ, പ്രഭാഷകനല്ലേ, ഞാൻ വലിയവനാണെന്ന് കരുതുന്നവരോട് സഹോദരങ്ങളെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പഠിക്കുക. വളരെ വിശാലമായിട്ട് പറയേണ്ട കാര്യമാണ്. ഇത്രയേറെ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത പടച്ചുറപ്പിലേറ്റവും ഇഷ്ടപ്പെട്ട മലക്കല്ലേ, മലക്കുകളുടെ നേതാവല്ലേ ആ ജിബ്രീൽ കഅബാലയത്തിന്റെ കില്ല് പിടിച്ച് കരയുകയാ. പൊട്ടിക്കരഞ്ഞ പടച്ചുറപ്പിനോട് ദുആ ചെയ്യുകയാണ്. എന്താ ദുആ ചെയ്യുന്നതെന്നറിയോ? ജിബ്രീൽ കഅബത്തിന്റെ കില്ല് പിടിച്ചതായി ഇലാഹി ഇലാഹി എന്നവർ കരയുന്നതായി. ജിബ്രീൽ കഅബത്തിന്റെ കില്ല് പിടിച്ചതായി ഇലാഹി ഇലാഹി എന്നവർ കരയുന്നതായി. നീ എന്റെ പേരിന് ഹാനി നീ വരുത്തല്ലേ, നീ എന്റെ ജിസ്മിനെ സയ്യിദി മറിക്കല്ലേ. നന്നായിട്ട് മനസ്സിലിട്ട് കേൾക്കുക. ആരാ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്നതാരാ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്. കഅബയുടെ കില്ല് പിടിച്ചിട്ട് അല്ലാഹുവേ ഒരു വിളിയല്ല, ഇലാഹി ഇലാഹി എന്നവർ കരയുന്നതാ. ഇലാഹി ഇലാഹി ഇലാഹി
എന്റെ റബ്ബേ, എന്റെ റബ്ബേ, എന്റെ റബ്ബേ. അള്ളാനെ കാണുന്നു, പടച്ചെറുപ്പിന്റെ അർശ് കാണുന്നു, അതിന്റെ മലക്കുകളെ താങ്ങിരുത്തുന്ന മലക്കുകളുടെ നേതാവായ രാപ്പകൽ ദിക്റിൽ മാത്രം ചെയ്യുന്ന ജിബ്രീൽ കരയുകയാ. എന്താ കരയുന്നതെന്നറിയോ? അല്ലാഹുവേ, നീ എന്റെ പേരിന് ഹാനി നീ വരുത്തേ, നീ എന്റെ ജിസ്മിനെ സയ്യിദി മറിക്കല്ലേ. അല്ലാഹുവേ, അല്ലാഹുവേ, എന്റെ പേരിന് നീ കോട്ടം വരുത്തരുത്. പടച്ചറപ്പേ, നീ ജിബ്രീലിനെ അപമാനപ്പെടുത്തല്ലേ അല്ലാ. റബ്ബേ, 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 എന്റെ ശരീരത്തെ നീ കോലം മറിക്കല്ലേ അല്ലാ. റബ്ബേ, എന്റെ ശരീരത്തെ കോലം മറിക്കല്ല റബ്ബേ. അള്ളാന്റെ ശിക്ഷ ഓർത്തിട്ട് ജിബ്രീൽ പോലെ പൊട്ടിക്കരന്നെങ്കിൽ ഈ കരച്ചിൽ കേട്ടിട്ട് റസൂലുള്ളാഹി നിൽക്കുകയാണ്. എന്തേ സഹോദരങ്ങളെ, നമുക്ക് വല്ലാത്ത ആത്മവിശ്വാസമുണ്ടായിപ്പോയി. നമ്മളാരാ കരയാറുള്ളത്? നമ്മളാരാ കരയാറുള്ളത്? ആരുടെ കണ്ണിരാ കണ്ണുനീര് വരാറുള്ളത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കഅബായത്തിന്റെ കില്ല പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓർക്കാറുണ്ടോ? ഉണ്ട്. നമുക്ക് ആർക്കകൽ മലക്കിന്റെ എണ്ണം മാത്രമല്ല, മലക്കിന്റെ ഗുണപാഠം ഈ ജിബ്രീൽ പോലും കരഞ്ഞിട്ടുണ്ടെങ്കിൽ അലൈഹിസ്സലാത്തു വസ്സലാം. നമ്മൾ ആരാ കരഞ്ഞിട്ടുള്ളത്? നമ്മക്കെന്താ വിചാരം? ഞാൻ ആരാ? ജിബ്രീൽ പറഞ്ഞതെന്താ അലൈഹിസ്സലാത്തു വസ്സലാം? നീ എന്റെ പേരിന് ഹാനി നീ വരുത്തല്ലേ റബ്ബേ, നീ എനിക്ക് തന്ന പേര് അതേതാ? മുഖറബുൽ അംലാക്ക്, ഏറ്റവും അടുത്ത മലക്ക്. ആ പേര് നീ എനിക്ക് നഷ്ടപ്പെടുത്തല്ലേ അല്ലാഹുവേ. അള്ളാഹു നമുക്ക് തന്ന പേര് നഷ്ടപ്പെടുത്താതിരിക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാര്. അള്ളാഹു നമുക്ക് തന്ന ഒരു അഡ്രസ് അള്ളാഹു നിലനിർത്തി തരട്ടെ. അല്ലാഹുമ്മ ലാ തുദില്ലനാ വലാ തഫ്ലഹിനാ ബൈന റൂസുൽ ഖലായിക് ലാ ഫിദ്ദുനിയാ വലാ ഫിൽ ആഖിറ. റബ്ബേ, ദുനിയാവിലും ആഖിറത്തിലും മനുഷ്യഗമമ്പിൽ ഞങ്ങളെ അപമാനിക്കല്ലേ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ദുആയാണ്. അള്ളാഹു നമുക്ക് തന്ന പേര് അള്ളാഹു നിലനിർത്തി തരട്ടെ. അതൊരു വലിയ തൗഫീഖല്ലേ സഹോദരങ്ങളെ. നാളെ മറ്റൊരുത്തന്റെ മുമ്പിൽ ഫളീഹത്താവേണ്ടി വന്ന, മറ്റൊരുത്തന്റെ മുമ്പിൽ തലകുനിക്കേണ്ടി വന്ന അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്റെ ഈ കോലത്തെ നീ മറിച്ചു കളയല്ല അല്ലാഹുവേ. നീ പന്നികളാക്കി പലരെയും കോലം മറിച്ചിട്ടുണ്ട്, കൊരങ്ങുകളാക്കി കോലം മറിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ജിബ്രീലിന്റെ കോലം നീ മറിക്കല്ലേ അല്ലാഹുവേ എന്ന് ഓർത്തിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കരഞ്ഞെങ്കിൽ എന്തേ സഹോദരങ്ങളെ, ചെറുപ്പക്കാരാ, നമുക്കൊന്ന് കരയാൻ പറ്റാത്തത്? കരയിൻ. ഇന്നത്തെ സദസ്സിൽ കരയണം, കണ്ണുനീര് വരണം. കണ്ണുനീര് വരണം, കണ്ണിലൂടെ വരണം. مولاي صل وسلم ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹാബത്തിൽ ഏറ്റവും പൊക്കം കുറഞ്ഞ സഹാബിയ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു. സഹാബത്തിൽ ഏറ്റവും പൊക്കം കുറഞ്ഞ സഹാബിയ. ആ സഹാബിയുടെ ജോലി എന്താ? അള്ളാന്റെ റസൂലിന്റെ ചെരുപ്പ് സൂക്ഷിപ്പുകാരനാ. സാഹിബു നഇലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഭാഗ്യം! അള്ളാന്റെ റസൂലിന്റെ ചെരുപ്പും പിടിച്ചിട്ട് പുറകെ നടക്കണ ജോലിയാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആള് പൊക്കം കുറഞ്ഞവനാ. ജോലി എന്താ? സാഹിബു നഇലാ റസൂലില്ലാഹ്. റസൂലുള്ളാഹിയുടെ ചെരുപ്പും പിടിച്ച് പുറകെ നടക്കുക. അതൊരു അദബാണ് മനുഷ്യന്മാരെ. ഉസ്താദിന്റെ ചെരുപ്പും പിടിച്ചിട്ട് തിൽമീദ് പുറകെ നടക്കാം. ചില ആളുകൾ ഇത്രയും വലിയ ഗുരുത്വക്കണം, അതിന്റെ പിന്നെ രക്ഷപ്പെടില്ല. ഉസ്താദിന്റെ ഗുരുത്തക്കേട് കിട്ടിയ പിന്നെ രക്ഷപ്പെടില്ല. അള്ളാഹു നമ്മുടെ ഉസ്താദന്മാരുടെ ഗുരുത്വവും പൊരുത്തവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കണം. അത് ചെറുപ്പക്കാര് കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഉസ്താദ് മാത്രമല്ല, മോനെ മദ്രസ പഠിപ്പിച്ച ഉസ്താദും ഉസ്താദാണ്. നിങ്ങൾക്ക് ആർക്കാ മദ്രസ പഠിപ്പിച്ച ഉസ്താദിനോട് അതവുള്ളത്?
ആർക്കാ അതവുള്ളത്? നിങ്ങളെ മദ്രസ പഠിപ്പിച്ച ഉസ്താദ് ആ നാട്ടിൽ ഇപ്പോഴും മൊല്യമായിരിക്കും. പക്ഷേ നിനക്കിത്തിരി മീശ വരുമ്പോ, നിനക്കിത്തിരി മസിൽ വരുമ്പോ ആ ഒത്താതെ നിന്റെ കണ്ണിൽ വളരെ കുറവാ. മക്കളെ അതബുണ്ടാവണം. അതബില്ലെങ്കിൽ ഒരിടത്ത് എത്തൂല. രണ്ട് കാര്യം ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിച്ചോണം. ഒന്ന്, മാതാപിതാക്കളുടെ പൊരുത്തം ഉണ്ടാവണം, ഉസ്താദന്മാരുടെ ഗുരുത്വം ഉണ്ടാവണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഒരിടത്ത് എത്തൂല. മാതാപിതാക്കളുടെ പൊരുത്തം ഉണ്ടാകണം, ഉസ്താദിന്റെ ഗുരുത്വം ഉണ്ടാവണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ എത്ര വലിയവനാണെങ്കിലും മുകളിൽ എത്തും. അള്ളാഹു രണ്ടും നമുക്ക് നൽകി അനുഗ്രഹിക്കും. അള്ളാഹു രണ്ടും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹമ്മദ് കബീർ ഇന്ന് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ, എത്തിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, എത്തിയിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് പറഞ്ഞു മൂന്നാമതൊരു കാര്യമില്ല. എന്റെ പഠിപ്പോ വിദ്യാഭ്യാസമോ നാക്കോ വായോ ഒന്നുമല്ല. അഹമ്മദ് കബീർ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ എനിക്ക് തോന്നിയിട്ടില്ല ഇതേവരെ. അള്ളാഹു എത്തിക്കട്ടെ, അള്ളാഹു എത്തിക്കട്ടെ. ആൾക്കൂട്ടം എവിടെയെങ്കിലും എത്തി എന്നതിന്റെ തെളിവല്ല. ആൾക്കൂട്ടം എവിടെയെങ്കിലും എത്തി എന്നതിന്റെ തെളിവല്ല. അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ രണ്ട് കാരണമുള്ളൂ. അള്ളാഹു രണ്ട് നിലനിർത്തി തരട്ടെ, അള്ളാഹു രണ്ട് നിലനിർത്തി തരട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട ചെരുപ്പ് സൂക്ഷിച്ചകാരൻ, റസൂലുള്ളാഹിയുടെ നിഴല് പോലെ നടന്ന സഹാബി മരണാസന്നനായി കിടക്കുകയാണ്. മരണമെടുത്തു കഴിഞ്ഞപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ജോലിയല്ല, കവാലയത്തിന്റെ ഭർത്താവിൽ വന്നിട്ട് എപ്പോഴും ഖുർആൻ ഓതലാ. അർറഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹു ബയാൻ. എപ്പോഴും കവാലയത്തിൽ വന്ന് ഖുർആനോട് മരണമെടുത്തിരിക്കുകയാ. സഹോദരങ്ങളെ, മരണമെടുക്കാൻ ഉറപ്പായ ഖുർആനല്ലാതെ ഓടി 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 അവസാനം മരണാസന്നനായി കിടക്കുകയാ. കുറെ പാഠങ്ങൾ പഠിക്കണം ചെറുപ്പക്കാരെ, സഹോദരിമാരെ. ആ സമയത്ത് മരണാസന്നനായി കിടക്കുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പൊട്ടി കരയുകയാ. അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല കാണാമെന്ന്. ഇമതബുക്കി, നിങ്ങൾ എന്തിനാ കരയുക? ഇബ്നു മസ്ഊദ് കരയുന്നതെന്തിനാ? നിങ്ങൾ വലിയ സഹാബിയല്ലേ, റസൂലുള്ളാഹിയുടെ ചെരുപ്പം പിടിച്ച് നടന്നതല്ലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ നിഴല് പോലെ വന്നതല്ലേ? എന്തിനാ കരയുന്നതെന്തിനാ? നിങ്ങളുടെ പെൺമക്കളെ ഒത്തിട്ടാണെങ്കിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഴുവനും പെൺമക്കളാണ്. അന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയാ. കേൾക്കുക ചെറുപ്പക്കാരാ, ചിന്തിക്കുക. സ്വന്തം പെൺമക്കളെ ഒത്തിട്ടാണ് നീ കരയുന്നതെങ്കിൽ ഇബ്നു മസ്ഊദ്, നിങ്ങളുടെ പെൺമക്കളെ വിവാഹം ചെയ്തുവിടാൻ ഖജനാവിൽ നിന്ന് പൈസ എടുത്ത് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം. അതല്ല അവർക്ക് ഭക്ഷണം കഴിക്കാനില്ലെന്ന് കരുതിയിട്ടാ ഭജിക്കുന്നതെങ്കിൽ, നിങ്ങൾ ബുദ്ധിമുട്ടുന്നതെങ്കിൽ അവരുടെ ഭക്ഷണത്തിനുള്ള വക മാസാമാസം കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളെ ധൈര്യമായിട്ടിരുന്നു, മരിച്ചാലും നിങ്ങളുടെ പെൺമക്കൾ പട്ടിണിയാവില്ല എന്ന് പറയുമ്പോ ആ സമയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, എനിക്ക് വേവലാതിയില്ല, എന്റെ പെൺമക്കൾക്ക് പട്ടിണി വരുമെന്ന് എനിക്ക് വേവലാതിയില്ല, എന്റെ മക്കൾ പട്ടിണി കിടന്ന് മരിക്കുമെന്ന് എനിക്ക് പേടിയില്ല. എന്റെ പ്രഭാഷണം കേൾക്കാൻ കണ്ണെത്താ ദൂരത്തോളം തടിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദരിമാരോട് അഹമ്മദ് കബീർ ബാക്കവി 2 ദിവസം വേല പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ല എന്ന പരാതി വേണ്ട. പെങ്ങളെ, കൈവെള്ളയിൽ ഒരു പിടിച്ചു ജീവിതത്തിന്റെ മരണം വരെ സൂക്ഷിച്ചോ. പറയുകയാ, ഞാൻ മരിച്ചു കഴിഞ്ഞ, ഞാൻ പിടഞ്ഞു തീർന്നു കഴിഞ്ഞ എന്റെ പെൺമക്കളെ അവര് പട്ടിണി വരുമെന്ന് എനിക്ക് ഭയമില്ല. കാരണം എന്തെന്നറിയോ? ഞാൻ എന്റെ പെൺമക്കളോട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, രാത്രിയിൽ കിടന്നിറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ വാഖിഅ, കിടന്നിറങ്ങുന്നതിന് മുമ്പ് എല്ലാ ദിവസവും സൂറത്തുൽ വാഖിഅ ഓതിയിട്ട് ഉറങ്ങാവൂ എന്ന്. കാരണം എന്തെന്നറിയോ? ഈ അന്നീ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മംഗള സൂറത്തുൽ വാഖിഅ ആരെങ്കിലും പതിവായി കിടക്കുന്നതിന് മുമ്പ്, രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ആരെങ്കിലും സൂറത്തുൽ വാഖിഅ ഓതിയാ
ഒരിക്കലും അവന്റെ അടുക്കലേക്ക് അവന്റെ അടുക്കലേക്ക് ദാരിദ്ര്യം വരില്ല എന്നല്ലാണ്ട് റസൂൽ പറഞ്ഞത് ഞാൻ കേട്ടതുകൊണ്ട് എന്റെ പെൺമക്കളോട് പറയാറുണ്ട്, പെൺമക്കളെ, പെണ്ണുങ്ങളെ, അഹമ്മദ് കബീർ പറഞ്ഞു തരികയാ, കിടന്നുറങ്ങുന്നതിന് മുമ്പേ വാക്കേറിയാൽ മരിക്കുന്നത് വരെ ദാരിദ്ര്യം നിന്നെ പിടികൂടുകയില്ല, കടബാധ്യതകൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുകയില്ല. അതുകൊണ്ട് എന്റെ മക്കൾക്ക് യാതൊരുവിധ ദാരിദ്ര്യം വരുമെന്ന് എനിക്ക് ഭയമില്ല. പിന്നെന്തിനാ ഇബ്നു മസ്ഊദ് കരയുന്നതെന്തിനാ? ഓ സമയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കരയുന്നത് എന്തെന്നറിയോ? ദിനൂബി ദിനൂബി എന്റെ പാപം നോക്കിട്ട് ഞാൻ കരയുകയാ. ഒരൊറ്റ പാപം ചെയ്യാത്ത സഹാബിയല്ലേ, ഒരു പാപം ചെയ്യാത്ത സഹാബിയല്ലേ, ആ സഹാബിയാണ് മരണാസന്നനായി കിടക്കുമ്പോൾ പറയുന്നത്, ദുനൂബി ദുനൂബി, ഞാൻ ചെയ്ത പാപമോത്തിട്ട് മണ്ണിന്റെ അടിയിൽ ഞാൻ പോവുകയല്ലേ, എന്റെ മുഖത്തോട്ട് വന്നിട്ട് മണ്ണ് വീഴുകയല്ലേ, പരലോകത്ത് ഞാൻ പോവുകയല്ലേ. ആ സമയത്ത് പടച്ചെറുപ്പെന്ന് പിടിച്ചു നിർത്തിയില്ലേ? എന്തേ ചെറുപ്പക്കാരാ, ഇന്നലകളിൽ എത്ര ചെയ്തതാ, ഏറെ കറാമ ചെയ്തതാ, എന്നിട്ടെന്തേ കരഞ്ഞിട്ടുണ്ടോ? ഒരു ചുള്ളി കണ്ണുനീര് വന്നിട്ടുണ്ടോ? പോലും കൈവാളത്തിന്റെ കില്ല് പിടിച്ചിട്ട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ, പടച്ചെറുപ്പിന്റെ മുമ്പിൽ പോകുന്നത് കരഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തേ ചെറുപ്പക്കാരാ കരച്ചിലില്ല? കരയണം, കരയണം. കണ്ണുനീർത്തുള്ളി കവിൾത്തടത്തിലൂടെ ചാലിട്ടെടുക്കണം. പെങ്ങളെ, കിടക്കുന്നതിന് മുമ്പ് സൂറത്തുൽ വാഖിഅ ഓതണം. എന്റെ പെങ്ങന്മാരോട് ഈ പാവപ്പെട്ട സഹോദരന്റെ വസിയത്താണ്, ഉറങ്ങുന്നതിന് മുമ്പേ വാഖിഅ ഓതണം. നിന്റെ ജീവിതത്തിൽ നിനക്ക് നിരാശപ്പെടേണ്ടി വരില്ല, ജീവിതത്തിൽ നിരാശപ്പെടേണ്ടി വരില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കരയുക, കരയുക. കാരണം എന്താ? നാളത്തെ അവസ്ഥ വല്ലാത്ത ഭീതിതമല്ലേ, നാളത്തെ അവസ്ഥ വല്ലാത്ത ഭീതിതമല്ലേ. നമ്മുടെ മലക്കുകൾ മുഴുവനും നമുക്കെതിരെ സാക്ഷി നിൽക്കില്ലേ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ചെയ്ത പാപമോത്തിട്ട് കരവ്, നീ ചെയ്ത തെറ്റിന്താരമോത്തി തുടനടി, നിറയത്തെ മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഒരു തെറ്റ് ചെയ്ത അപ്പ മരക്കൾ അള്ളാഹിനോട് പറയൂലേ, പടച്ചോനെ ഇവൻ ചെയ്തിട്ടുണ്ട് അള്ളാഹുവേ, പറയൂലേ? ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. ഞാൻ പറയാം, നിങ്ങൾ നോക്കി ആഖിറത്തിലേക്ക് മലക്കുകൾ കൊണ്ടുപോകും. ആ സമയത്ത് പേടി ഉണ്ടാവണം. അള്ളാഹു പേടി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. എന്റെ മോനെ, നീ ഇപ്പൊ ഒരു തെറ്റ് ചെയ്ത ഒരു നിമിഷത്തിന്റെ ഉള്ളിൽ മലക്കുകൾ എവിടെ എത്തിക്കും? അള്ളാന്റെ അടുക്കൽ എത്തിക്കും. മലക്കുകളുടെ വേഗത പ്രകാശത്തേക്കാൾ വലിയ വേഗതയാണ്. പ്രകാശത്തേക്കാൾ പ്രകാശ വേഗത എത്രയാ? ഒരു സെക്കൻഡിൽ 2,99,792.5 കിലോമീറ്റർ. ഒരു സെക്കൻഡ് കൊണ്ട് 3 ലക്ഷം കിലോമീറ്റർ പായും പ്രകാശം. ഒരു സെക്കൻഡ് കൊണ്ട് 3 ലക്ഷം പ്രകാശരശ്മി ഒരു സെക്കൻഡ് കൊണ്ട് കേരളത്തെ 10 പ്രാവശ്യം ചുറ്റിയിട്ട് വരും. എത്ര സെക്കൻഡ് കൊണ്ട്? കേരളത്തിന്റെ മൊത്തം വിസ്തീർണം എത്രയാ? 38,823 ചതുരശ്ര കിലോമീറ്റർ. സംശയമുണ്ടോ? പോയി അളന്നു നോക്കിക്കോളി. 38,823 ചതുരശ്ര കിലോമീറ്റർ. പ്രകാശത്തേക്കാൾ പ്രകാശ വേഗത എത്രയാ? ഒരു സെക്കൻഡിൽ 2,99,792.5 കിലോമീറ്റർ. ഒരു സെക്കൻഡ് കൊണ്ട് 3 ലക്ഷം കിലോമീറ്റർ പായും പ്രകാശം. ഒരു സെക്കൻഡ് കൊണ്ട് 3 ലക്ഷം പ്രകാശരശ്മി ഒരു സെക്കൻഡ് കൊണ്ട് കേരളത്തെ 10 പ്രാവശ്യം ചുറ്റിയിട്ട് വരും. എത്ര സെക്കൻഡ് കൊണ്ട്? കേരളത്തിന്റെ മൊത്തം വിസ്തീർണം എത്രയാ? 38,823 ചതുരശ്ര കിലോമീറ്റർ. സംശയമുണ്ടോ? പോയി അളന്നു നോക്കിക്കോളി. 38,823 ചതുരശ്ര കിലോമീറ്റർ. അപ്പൊ ഒറ്റ സെക്കൻഡ് കൊണ്ട് 10 പ്രാവശ്യം കേരളത്തെ ചുറ്റും പ്രകാശം. ഒരു സെക്കൻഡ് കൊണ്ട്
ആ പ്രകാശത്തെക്കാൾ വലിയ വേഗത മലക്കിനുണ്ടെങ്കിൽ മലക്ക് എവിടെ എത്തൂ? പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പ്രകാശ വേഗത ആദ്യമായിട്ട് നിർണയിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഒരു തിയറി ഉണ്ട്, ആപേക്ഷിക സിദ്ധാന്തം. E=mc². ഒരു സാധനം ദ്രവ്യത്തിന് പരിവർത്തനം ഉണ്ടായ ഊർജ്ജം ഉണ്ടാവും, ദ്രവ്യത്തിന് പരിവർത്തനം ഉണ്ടായ ഊർജ്ജം ഉണ്ടാവും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? എന്റെ മൊബൈലും കണ്ടത് ആ ഒരു സാധനം കൂടെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ദ്രവ്യം എന്ന് പറഞ്ഞാൽ ഒരു സാധനം. നന്നായിട്ട് മനസ്സിലാക്കണേ. ഇങ്ങോട്ട് നോക്കി ഇതൊക്കെ പഠിക്ക്. ചുമ്മാ ഈ സീരിയലിന്റെ മുമ്പിൽ പോയി ഇങ്ങനെ ഇരുന്നാ പോരാ. ഒരുമാതിരി കെട്ടി എല്ലാ പെണ്ണിനും തലയിൽ തട്ട കൊണ്ട് പറഞ്ഞുണ്ട്. ഇരിക്കണ എവിടെയാ? റിയാലിറ്റി ഷോയുടെ റാമ്പിൽ ഇരിക്കണ പെണ്ണിനും അല്ലോ ഞാൻ ഈ മഹത്തായ സിറാത്തുൽ മുസ്തഖീമിൽ എത്താൻ കാണാൻ എന്റെ ഉമ്മയാ. അപ്പൊ ഉമ്മാടെ നേരെ ക്യാമറ തട്ടമൊക്കെ ഇട്ടിട്ട് മറിയുമ്പോ ഇങ്ങനെ ഇരിക്കുക. ചിലതിന് പെണ്ണുങ്ങൾക്ക് ഒരുമാതിരി തട്ടത്തിന്റെ കെട്ടുണ്ട്. അങ്ങനെ അറിയാതെ തല മുടിയൊക്കെ വെളിയിൽ കിടക്കും. ഇവിടെ വെച്ചിട്ട് ഒരു തട്ടം കെട്ടും. ഇവിടെ വെച്ച് കെട്ടിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് അതിന്റെ രണ്ട് അറ്റം പിടിച്ച് ഈ ഇറച്ചിക്കടയിൽ കോഴി നടക്കാൻ നേരത്തെ അവൻ കെട്ടൂലേ? ഇറച്ചിക്കടയിൽ കോഴി നടക്കാൻ നേരത്തെ കോഴിക്കടക്കാരൻ കെട്ടണ ഒരു കെട്ടണ്ട, രണ്ട് ചിറകുമേ പിടിച്ചിട്ട് ഒരു കെട്ട്. അമ്മാതിരി ഒരു കെട്ട് കെട്ടി ഈ കഴുത്തിന്റെ അറ്റത്ത് വെക്കും. അവരാരായി? മുഅ്മിനായി. അവരാരായി? മലക്ക് വരൂല നിന്റെ വീട്ടിൽ. ഞാൻ പറഞ്ഞു തരട്ടെ, ആപേക്ഷിക സിദ്ധാന്തം പറയാൻ കേട്ടെ. ഞാൻ ഓർത്തൊരു കാര്യം, പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണമല്ലോ. ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു അൻഹ, ഞാൻ ആപേക്ഷിക സിദ്ധാന്തം മറന്ന എന്നോടൊന്ന് പറയണേ. ഓർമ്മ വരുമ്പോഴേ പറയാൻ പറ്റും പെണ്ണുങ്ങളോട്. മലക്ക് വരൂല വീട്ടിൽ. ആരുടെ വീട്ടിൽ? എല്ലാ പെണ്ണും ഉള്ള വീട്ടിൽ മലക്ക് വരൂല. എല്ലാ പെണ്ണും ഉള്ള വീട്ടില് മലക്ക് വരൂല. ഏത് പെണ്ണിന്റെ വീട്ടിൽ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നല്ല ബുദ്ധിയുള്ള പെണ്ണാണ്, നല്ല ബുദ്ധിയുള്ള പെണ്ണാണ്. ഭർത്താവ് വന്നിട്ട് പറഞ്ഞു, എന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു, എന്റെ അടുക്കൽ ഖുർആൻ ഓതി കേൾപ്പിച്ചു, കൂടെ ജിബ്രീൽ എന്നെ കാണാൻ വരാറുണ്ട് എന്ന് പറഞ്ഞു. ആര്? ഭർത്താവ്. ഖദീജ റളിയല്ലാഹു തആല ഇത് സത്യമാണോ എന്നൊന്ന് പരീക്ഷിച്ചു നോക്കണം. ഖദീജ റളിയല്ലാഹു തആല എന്ത് ചെയ്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീവി അടുത്തിട്ടിരിക്കുകയാണ്. ആ സമയത്ത് ജിബ്രീൽ നബി അല്ലാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ ഒഴിച്ചു വിടാൻ തുടങ്ങി. റസൂലുള്ളാഹിയുടെ ശരീരത്തിന് ഭാവവ്യത്യാസമുണ്ടായി. എന്തേ ഭർത്താവേ വേർപ്പ് കൂടുന്നു? ഖദീജ 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 ജിബ്രീൽ വരുന്നുണ്ട്. ഖദീജ ജിബ്രീൽ വരുന്നുണ്ട്. ഖദീജ റളിയല്ലാഹു തആല അൻഹ. ആ സമയത്താണ് ഖദീജ ബീവിക്കൊന്ന് പരീക്ഷിക്കണമെന്ന് തോന്നിയത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അടുത്തിരിക്കുകയാ. ഖദീജ ബീവി തല മൂടിയിരിക്കുന്ന തട്ടമങ്ങട് മാറ്റി തലയങ്ങട് തുറന്നിട്ടു. നബിയേ ജിബ്രീൽ ഇപ്പോഴും കൊണ്ടു. നബിയേ ഇല്ല ഖദീജ, ഇല്ല ഖദീജ, ജിബ്രീൽ പോയി, ജിബ്രീൽ പോയി, ജിബ്രീൽ പോയി അലൈഹിസ്സലാത്തു വസ്സലാം. ഖദീജ ബീവി വീണ്ടും തലയിൽ തട്ടമെടുത്തിട്ടു. ജിബ്രീൽ വരുന്നു. നബിയേ വരുന്നു ഖദീജ, വരുന്നു ഖദീജ. എന്നാൽ അങ്ങ് പറഞ്ഞത് സത്യമാണ് നബിയേ, അങ്ങ് പറഞ്ഞത് സത്യമാണ് നബിയേ. ഔറത്ത് മറക്കാത്തൊരു പെണ്ണിന്റെ മുമ്പ് അല്ലാഹുവിന്റെ മലായികത്ത് വരില്ല റസൂലല്ലാഹ്. പെങ്ങളെ തലമറക്കാത്ത പെണ്ണുള്ള വീട്, തലമറക്കാത്ത പെണ്ണുള്ള വീട്. ആ വീട്ടിലൊരിക്കലും മലായികത്തുകളെ കടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തലമറക്കാത്ത പെണ്ണുള്ള വീട്ടിൽ മലക്ക് വരൂല. അല്ലാതെ പള്ളിയിലെ കാവ്യാരുടെ അടുക്കൽ വേണ്ട ഉസ്താദെ വീട്ടിൽ ഒരു ബറക്കത്തും ഇല്ല ഉസ്താദെ, എന്ത് ചെയ്താലും പോക്ക. എന്താ കാര്യം? ആദ്യം നീ നല്ലവളാകും. ആദ്യം നമുക്ക് നമ്മളെ ചികിത്സിക്കാം. നമ്മൾ ചെയ്തിട്ട് വേറൊരുത്തരെ കുറ്റം പറയും. നല്ല ഷർട്ടായിരുന്നു, ബാപ്പ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന, ഇപ്പൊ ഇടാൻ പറ്റൂല. എന്ത് പറ്റിയിടാ? ഉടുപ്പ് ചെറുതായി പോയി. ഉടുപ്പ് ചെറുതായതാ? നമ്മൾ ഉടുപ്പ് ചെറുതാവോ? നമ്മൾ വലുതായതല്ല മനുഷ്യന്മാര്. അങ്ങനെ പറയാൻ നമുക്ക് പറ്റൂല. യഥാർത്ഥത്തിൽ നമ്മുടെ വീട്ടിലൊന്നും ഒരു ബറക്കത്തില്ലാത്തതിന്റെ കാര്യം ഈ വാക്യം ഓതൂല്ല, ഈ സൂറത്ത് ഓതൂല്ല, പണ്ട് നബീസത്തുമാരെയൊക്കെ ഓടിയിരുന്നു, അത് ഓതൂല്ല, ഒന്നും ഇല്ലാതായി.
എല്ലാം ഇല്ലാതെ. അപ്പൊ വീട്ടിൽ ബറക്കത്തില്ലാതായി. പണ്ട് 40 തേങ്ങ വിറ്റിട്ട് വാപ്പ 10 മക്കളുടെ കല്യാണം, 40 തേങ്ങ വെട്ടാനുള്ളൂ, വാപ്പ അത് വെട്ടിയിട്ട് മക്കളുടെ കല്യാണം മുഴുവനും നടത്തി. ഇപ്പോ വാപ്പാക്ക് 40,000 രൂപ ശമ്പളം കൊണ്ട് ഒരു കൊച്ചിന്റെ കല്യാണം നടത്താൻ പറ്റണില്ല. എന്തുകൊണ്ട്? ബറക്കത്തില്ല. നമ്മളാണ് കാരണക്കാര്. ഒരു ഭാര്യ ഒരു ദിവസം പള്ളിയിലെ കാലിയാരുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ എന്റെ ഭർത്താവിന് ചായക്കടയാണ്, അദ്ദേഹം ചായക്കട അടച്ചിട്ട് തിരിച്ചു വന്ന എന്നെ കുരിച്ചു നിർത്തിയിട്ട് ഇടിയാണ് ഉസ്താദ്, എപ്പോഴും റുക്കുയിൽ തന്നെ നിൽക്കണേ, എന്റെ ഭർത്താവിന്റെ ഇടി നിൽക്കാൻ എന്തെങ്കിലും ഒരു മന്ത്രം പറഞ്ഞുതരാൻ പറഞ്ഞു. ഉസ്താദ് പറഞ്ഞിട്ട് ഭർത്താവിന്റെ ഇടി നിൽക്കാൻ ഇപ്പൊ ഏത് മന്ത്രം ഊതി കൊടുക്കുക? അപ്പൊ അങ്ങനെ ഒന്നില്ല, നീ നന്നായിട്ട് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അപ്പുറത്തെ പള്ളിക്കലെ മൂര്യാരിക്കല്ല അറിയാം, ഈ മൂര്യാരിക്കൊന്നും അറിഞ്ഞൂടാന്ന് പറയും. ഉള്ള ഹക്ക് പറഞ്ഞു കൊടുക്കുക ഈ പെണ്ണുങ്ങൾ സമ്മതിക്കില്ല. അപ്പൊ അതല്ലാന്ന് പറഞ്ഞാൽ ആ മൂല്യം ഈ മൂല്യം കൊള്ളൂല. അപ്പൊ അതുകൊണ്ട് പള്ളിക്കര കത്തീവ് കഴിച്ചിലാവാൻ വേണ്ടി എന്ത് ചെയ്ത്, ഇപ്പൊ ഞാൻ നിങ്ങളുടെ കൂടെ ആയി ഭാഷയില് കഴിച്ചിലാവാൻ വേണ്ടി വിളിച്ച് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോയി ഞാൻ മന്ത്രിച്ചു തരാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടേ കൊടുത്തു. ഈ ഭർത്താവിന്റെ ഇടി ഇല്ലാതാവാൻ വേണ്ടി ഒരു മന്ത്രം ഊതി കൊടുത്തു. അങ്ങനെ ഒരു മന്ത്രമുണ്ട്, അറിയാവോ? ഉസ്താദൊരു മന്ത്രം ഊതി കൊടുത്തിരുന്ന ഓതിക്കൽ ഒലക്കന ഒലക്കത്തടീന പൂവന പൂവൻ പടത്തിന പിള്ളന പിള്ളവാതല്ല വെടക്കന വെടക്കൂസന അമുക്കന അമുക്കൂസന തൈത്തങ്ങിൻ തേങ്ങാന പുന്നല്ലിൻ അവലിന കുത്തരി കഞ്ഞിക്ക താഴത്തെ കൂടി കൊച്ചേട്ടന പിള്ളവാതല്ല മുഴുവനൊക്കെ കാസീനാടി എക്കടി വാടി സൂര്യാടിച്ചു. ഇത് കൊണ്ടുപോയി ഉസ്താദിനെ സൂക്കേടെന്നാണ് കളിയാരിക്കറിയാം. ഈ ഭർത്താവ് കടയടച്ചിട്ട് വീട്ടിൽ കയറി വരുമ്പോ നീ ഇതിന്ന് ഒരു കവിള് വെള്ളം എടുത്തിട്ട് വായിൽ കൊള്ളണം, തുപ്പും ചെയ്യരുത് ഇറക്കും ചെയ്യരുത്. ഭർത്താവ് എപ്പം വീട്ടിൽ നിന്ന് വെളി ഇറങ്ങണം, അപ്പം തുപ്പിക്കളഞ്ഞ. അന്ന് വൈകുന്നേരം കടയടച്ചിട്ട് ഭർത്താവ് വന്നു. ആ സമയത്ത് ഈ ഭാര്യ എന്ത് ചെയ്തെന്ന ഒരു കവിള് വെള്ളം അങ്ങോട്ട് വായിലോട്ട് വെച്ചു. എന്നിട്ട് അവരിങ്ങനെ ഇന്ന് നിന്റെ അതാവ് ഞാൻ തീർത്തരടാ തെറ്റാല്. ഭർത്താവ് നോക്കുമ്പോ രാവിലെ നല്ല മൊഞ്ചുള്ള ഭാര്യ വെള്ളമൊക്കെ കുടിച്ചിട്ട് കവളൊക്കെ ഇങ്ങോട്ട് കൂത്തിട്ട് ഇങ്ങനെ ഇരിക്കുക ഹനുമാന മാതിരി. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല, പോയി കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് ഹോട്ടലിൽ പോയി. ഇവിടെ ഹോട്ടലുകാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അതുമായിട്ട് ബന്ധമില്ല. സിദ്ദീഖ് വിഷമിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞ. നല്ല കുടുംബജീവിതം അള്ളാഹു റാഹത്തിലാക്കി തരട്ടെ. എനിക്ക് വല്ലപ്പോഴൊക്കെ വഴിയോരത്ത് കഞ്ഞിയൊക്കെ വെച്ചോണ്ടിരുന്ന ഭാര്യയാണ് സിദ്ദീഖിന്റെ ഭാര്യ. അള്ളാഹു നല്ല റാഹത്ത് കൊടുക്കട്ടെ. അപ്പോ ഭർത്താവ് പോയി, അയാൾ വന്ന് കിടന്നുറങ്ങി. രാവിലെ പോയി. എന്നും ഭർത്താവ് വരുമ്പോ ഈ വെള്ളം വായിൽ ഒഴിക്കും, പിന്നെ ഇറങ്ങാൻ നേരത്ത് തുപ്പിക്കളയും. പിന്നെ ഒരു കാതുകാരെ നിങ്ങളുടെ മന്ത്രം വല്ലാത്ത മന്ത്രം തന്നെ കേട്ടാ. കുറെ നാളായിട്ട് ഇപ്പൊ ഇടിയൊന്നുമില്ല. എന്താ കാര്യം? ഇവളുടെ നാക്ക് ശരിയല്ല, വായിൽ വെള്ളം കിടക്കുന്നതുകൊണ്ട് മിണ്ടാൻ പറ്റൂല. ഇവളുടെ നാക്ക് ശരിയല്ല, കടവായിൽ സ്പ്രിങ് വെച്ചാൽ സംസാരിക്കും. അപ്പൊ ഭർത്താവ് ഇടി കൊടുക്കും. ഈ വായിൽ വെള്ളം കിടക്കുന്നതുകൊണ്ട് മിണ്ടാൻ പറ്റൂല. അപ്പൊ പിന്നെ ഇടിയിൽ നിന്ന് അപ്പൊ ഇടി കിട്ടിയതാരെ കൊണ്ടാ? യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാവരെയും ജീവിതത്തിന്റെ പ്രശ്നത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അള്ളാന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നമ്മുടെ വീട്ടിൽ വരുന്നില്ല എന്നുള്ളത് തന്നെ. അള്ളാഹു കാക്കട്ടെ. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിൽ നിന്ന് മാറ്റിവെക്കുക. സീരിയല് സന്ധ്യാസമയത്താണ് മലക്കുകൾ വീട്ടിൽ വരുന്നത്. സീരിയലും ടെലിവിഷൻ ഓണിലും ഒറ്റ വീട്ടിലും വരില്ല. സീരിയൽ രാവിലെ 7 മണി വരെ 10:30 വരെ മരിക്കാൻ കിടക്കാൻ ഭർത്താവിന് വെള്ളം പോലും കിട്ടും. ഇത് കഴിഞ്ഞിട്ട് വരാം ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? സന്ധ്യാസമയമാകുമ്പോ ഏത് വീട്ടിലാണോ ഖുർആൻ ഓതുക ആ വീടിന്റെ മോത്തായ ആകാശത്ത് നിന്ന് മലക്കുകൾ നോക്കുമ്പോ വെള്ളക്കൊട്ടാരം പോലെ തിളങ്ങുമത്രേ. ഏത് വീടാണോ തിളങ്ങുക അവിടേക്ക് അള്ളാന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് ദുആ ചെയ്യും. അല്ലാഹുവേ നിന്റെ കാരുണ്യമേ വീട്ടിൽ നിറയ്ക്കണേന്ന് അള്ളാന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സന്ധ്യക്ക് ഖുർആൻ ഓതണം, അല്ലാതെ ഈ ബബിൾക്കത്തിന്റെ മുമ്പിൽ ഇരിക്കരുത്. അള്ളാഹു കാക്കട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, ഇവിടെ നിന്ന് ഈ സ്ഥലത്തിന്റെ പേരെന്താ? ആലുമൂട്. അത് ആലും കൂട്ടം, ആലുകളുടെ കൂട്ടം തന്നെ ഇവിടെ ഉണ്ടാ. പണ്ടങ്ങാണ്ടുണ്ടായിരുന്നു. ഇത് പണ്ടാരോന്നല്ല, പണ്ടങ്ങാണ്ടോ ഒരു ഹജ്ജ് ചെയ്തതിന് ഇപ്പോഴും ഹാജി എന്ന് വിളിക്കാന്ന് പറഞ്ഞ മാതിരി പണ്ടങ്ങാണ്ടോ ആലുണ്ടായിരുന്നതിന് ഇപ്പൊ ആലും കൂട്ടം തന്നെ. ഇപ്പോഴും ആലും കൂട്ടം. കോഴിക്കോട് ഒരു മുതലക്കുളം ഉണ്ട്, അവിടെ മുതലേ ഇല്ല, കുളവുമില്ല. തൃശ്ശൂർ ഒരു തേക്കുംകാട് മൈതാനമുണ്ട്, തേക്കും ഇല്ല കാടും ഇല്ല.
തിരുവനന്തപുരത്തിൽ വഴുതക്കാടുണ്ട്, വഴുതയുടെ കാടും അവിടെയില്ല. നമ്മുടെ നാട്ടിലെ നെയ്യപ്പം മാതിരിയാ, പാമോയിൽ പൊരിച്ചാലും പേര് നെയ്യപ്പം എന്നാണ്, പേരുണ്ടാവും. നിങ്ങൾ ഇവിടെ നിന്ന് ആരും, ഇവിടെ ധാരാളം ഹൈന്ദവ സഹോദരങ്ങൾ ഇല്ലേ, ഉണ്ട്, ക്രൈസ്തവരില്ലേ, ഉണ്ട്. നിങ്ങളൊന്ന് ആരും കൂട്ടത്തുനിന്ന് ഞാൻ ഇവിടെ വെച്ച് പറയാം, നിങ്ങളൊന്ന് സന്ധ്യയ്ക്ക് മഗ്‌രിബ് ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ കേട്ടു, നിങ്ങൾ റോഡിൽ കൂടെ ഒന്ന് നടന്നു പോകണം. ക്രിസ്ത്യാനികളുടെ വീടിന്റെ മുമ്പിലെത്തിയ സന്ധ്യ ആകുമ്പോ കേൾക്കാം എന്ത്? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, ജനനത്തിന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എല്ലാരും ഒന്നിച്ചിരുന്നവരെ ഒരു ആമെ തെറ്റോ ശരിയോ പിന്നീട് അവരെ പറയാതെ അവരുടെ സന്ധ്യയും രാത്രിയും കഴിയില്ല. അത്താഴം കഴിച്ച മുട്ടുമേ പ്രാർത്ഥിക്കാതെ ഒരു ക്രിസ്ത്യാനി കിടന്നുറങ്ങൂല. അതേ സമയത്ത് സന്ധ്യാസമയത്ത് ഒരു ഹൈന്ദവ സഹോദരങ്ങളുടെ വീടിന്റെ മുമ്പിലൂടെ നിങ്ങൾ പോയി നോക്കി, സന്ധ്യയാകുമ്പോ നിലവിളക്ക്, അവരവരുടെ വിശ്വാസം, നിലവിളക്ക് കത്തിച്ച് വീടിന്റെ ഉമ്മറപ്പടിയിൽ വെച്ചിട്ട് വയസ്സായ തള്ളയും മക്കളും ഭാര്യയും ഒക്കെ കുളിച്ച് തുളസി ഇലയൊക്കെ വെച്ച് സന്ധ്യയാകുമ്പോ ഹൈന്ദവ സഹോദരിമാര് കുളിക്കും. കുളിച്ച് നന്നായി തുളസി വെച്ചോണ്ട് വരും. നമ്മുടെ പെണ്ണുങ്ങൾ സന്ധ്യയാകുമ്പോ യാഡ്ലിയുടെ പൗഡർ കൊണ്ട് ഫെയർ ആൻഡ് ലവ്ലി ഉണ്ട്, രണ്ടും തേച്ചൊന്ന് പുട്ടിയിട്ട് മിനുക്കും. കുളിക്കൂല, പുട്ടിയിടും. തഹാറത്ത് വലിയ വിഷയമാണ്, തഹാറത്ത് വലിയ വിഷയമാണ്. ആ സമയത്ത് ഹൈന്ദവ സഹോദരിമായ വൃദ്ധമാരും എല്ലാരും കൂടെ ഒന്നിച്ച് വീടിന്റെ, അപ്പൊ സരസ്വതി ദേവി വരൂന്ന, ലക്ഷ്മി, ഐശ്വര്യത്തിന്റെ ദേവി ലക്ഷ്മിയാണ്, ലക്ഷ്മി വരൂന്നാണ് അവരുടെ വിശ്വാസം. എല്ലാരും കൂടെ എന്നിട്ട് സന്ധ്യയ്ക്ക് അവർ പ്രാർത്ഥന നടത്തുന്നത് രാമ 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 ഭാഗിമ, രാമപാദം ചേരണേ മുകുന്ദ രാമ ഭാഗിമ, രാഘവ മനോഹര മനോഹരാഭിരാഗിമ, രാഗണാന്തകാ മുകുന്ദ രാമ രാമ ഭാഗിമ, കഷ്ടിമുഷ്ടി നായക പുരുന്ദരാദി ശ്രവിത, കഷ്ടവാരിദേദയാ മുകുന്ദ രാമ ഭാഗിമ. സന്ധ്യാമന്ത്രവുമായി ഹൈന്ദവ സഹോദരങ്ങൾ ഉമ്മറപ്പടിയിലെ മുമ്പിലുണ്ടാകും. ആ സമയത്ത് നമ്മുടെ വീട്ടിൽ ജീവന തുല്യം സ്നേഹിച്ചുള്ളൊരു പെണ്ണിനെന്നെ വഞ്ചിച്ചു, അവൻ അപ്പട് നിരാശല പോയി, റീചാർജ് ചെയ്തതും പോയി, കണക്ഷൻ എടുത്തതും പോയി. ആ സമയത്ത് നമ്മുടെ മുമ്പിൽ എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പടമയിലോട്ട് മടങ്ങാൻ തയ്യാറാവണം. അജാദ് രാത്രി പോലെ നമ്മുടെ വീടിന്റെ പഴയകാലം തിരിച്ചു വരണം. എന്നാലേ അത്ഭുതത്തിന് ശമനമുണ്ടാകൂ, ഹാർട്ട് അറ്റാക്കിന് ശമനമുണ്ടാകൂ, കടബാധ്യതകൾക്ക് ശമനമുണ്ടാകൂ, പെങ്ങളെ പ്രസവം എളുപ്പമാകൂ. നബീസത്തുമാരെ ഓടിയിട്ട് അവിടെ നിന്ന് നബീസത്തുമാരെ ഓടിക്കഴിയുമ്പോ പ്രസവിച്ച നമ്മുടെ കാർഗോത്തിമാരുടെ കാലം തിരിച്ചു വരണം. അല്ലാതെ ഈ പച്ചപരിഷ്കാരത്തിന്റെ കാലത്ത് വലിച്ചെറിയണം. സന്ധ്യാസമയത്ത് ഖുർആനിലെ കാലം തിരിച്ചു വരണം. സന്ധ്യാസമയമാകുമ്പോ ബദർമൗലൂദോദിയ നമ്മുടെ കാലം തിരിച്ചു വരാതെ ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ നന്മകളുടെ ജീവിതം ഉണ്ടാവില്ല. കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ മലായികത്തുകൾ പായുകയല്ലേ, മലക്കുകൾ പായുകയല്ലേ, പ്രകാശ വേഗതയേക്കാൾ വേഗതേ സഹോദരിമാരെ പായുകയല്ലേ. അല്ലാഹുവേ പ്രസവവേദന എടുക്കുന്ന പെണ്ണോടുകയാണ് സൂറത്ത് മറിയം. അള്ളാന്റെ അടുക്കൽ വിവരണത്തിൽ അല്ലാഹുവേ അവൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാ. പ്രകാശത്തെക്കാൾ വലിയ വേഗതയിൽ മലക്കുകൾ നിന്റെ സൽക്കർമ്മങ്ങളും നിന്റെ ദുഷ്കർമ്മങ്ങളും എത്തിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു കാര്യം ചിന്തിക്ക്, എന്നിട്ട് ഈ സദസ്സിൽ ദുആയോടുകൂടി പിരിയാൻ തയ്യാറാവ്. ഒരു കാര്യം ചിന്തിക്ക്. എന്താ സഹോദരങ്ങളെ ചിന്തിക്കേണ്ടത്? അള്ളാഹുവാണ് പറഞ്ഞത്, ആൽബർട്ട് ഐൻസ്റ്റീൻ പറയണ്ട. പ്രകാശ വേഗത E=mc². ദ്രവ്യത്തിന് പരിവർത്തനം ഉണ്ടായ ഊർജ്ജം ഉണ്ടാവും. ശ്രദ്ധിച്ചേക്കണം. ഇങ്ങോട്ട് നോക്ക്, ഇപ്പൊ സയൻസ് ഇങ്ങോട്ട് നോക്ക്. E എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാധനം. ദ്രവ്യം എന്ന് പറഞ്ഞാൽ ഒരു സാധനം. ഈ മൊബൈൽ ഫോൺ എന്ന് വിചാരിച്ചു, ഇത് mc² എന്ന് പറഞ്ഞാൽ ഒരു ഊർജം, അതിന് സമാനമാകും. എന്ന് പറഞ്ഞാൽ ഈ സാധനം ഇതെടുത്തിട്ട് ഞാനൊരു വേഗതയിൽ എറിഞ്ഞ് ഒരാളുടെ തലയിൽ കൊണ്ടാ അയാൾക്കൊന്ന് വേദനിക്കും. കുറച്ചുകൂടി വേഗത എറിഞ്ഞാല് അങ്ങനെയല്ലേ? ഇവിടെ അങ്ങനെ നന്നായിട്ട് വേദനിക്കും. കുറച്ചുകൂടി വേഗത എറിഞ്ഞാൽ ചിലപ്പോ അയാള് കാഞ്ഞു പോകും. നവജോത് സിംഗ് സിദ്ധു ഒറ്റയടി അടിച്ചപ്പോ ഒരാൾ മൂത്തായി.
പഴയ ക്രിക്കറ്റർ. അപ്പൊ ഇതിനൊരു വേഗതയുണ്ട്. ആ വേഗത അനുസരിച്ചിട്ടാണ് ഇത് കൊള്ളുന്ന ആൾക്ക് അനുഭവം ഉണ്ടാവുക. ഇനി ഈ സാധനം ഞാൻ എറിയുകയാണ്, നമുക്ക് നിശ്ചയിക്കാൻ കഴിയാത്ത വേഗതയിലേക്ക് ഇതിനെ എറിയാൻ കഴിഞ്ഞാൽ പിന്നെ ഇതൊരു സാധനമല്ല, ഇത് തന്നെ ഒരു ഊർജമായിട്ട് മാറും. അങ്ങനെയല്ലേ തിയറി? അങ്ങനെയല്ലേ? പഠിക്കുന്ന കുട്ടികളൊന്നും ഇല്ല ഇവിടെ? അങ്ങനെയല്ലേ തിയറി? ഈ സാധനത്തിന് വേഗത ക്രമാതീതമായി കഴിഞ്ഞാൽ ഈ സാധനം ഒരു ഊർജമായിട്ട് മാറും. പിന്നെ ഇതിന്റെ വേഗത നിർണ്ണയിക്കാൻ പറ്റില്ല. അതാ പ്രകാശ വേഗത. ഇതൊരു വേഗതയ്ക്ക് അപ്പുറത്തോട്ട് എറിഞ്ഞാൽ പിന്നെ ഇതൊരു സാധനമല്ല, ഇത് പിന്നെ ഈ സാധനം, ഈ മൊബൈൽ ഫോൺ എന്നുള്ളത് മാറി, ഇത് പിന്നെ ഒരു ഊർജമായി. പിന്നെ അതിന്റെ വേഗത നിശ്ചയിക്കാൻ കഴിയില്ല. അതാണ് മലക്കുകൾ എന്ന് പറഞ്ഞാൽ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. മലക്കുകളുടെ വേഗത ഐൻസ്റ്റീന്റെ തിയറിയിലൂടെ ഐൻസ്റ്റീൻ ലോകത്തോട് പറഞ്ഞു കൊടുത്തത് ശാസ്ത്രലോകത്തിന്റെ കുതിച്ചുചാട്ടമല്ല, മലക്കുകൾ എന്ന ഇസ്ലാമിന്റെ വിശ്വാസം ശരിയാണെന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്. കാരണം അതൊരു സാധനമല്ല, അതൊരു വസ്തുവെന്നതിനപ്പുറം അതൊരു ഊർജമായി മാറുമ്പോ പ്രകാശവേഗതയും താണ്ടിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ പോകാൻ കഴിയുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നിങ്ങൾ ചിന്തിക്ക്, നമ്മുടെ ഇടത്തെ തോളിലും വലത്തെ തോളിലും 2 മലക്കുകൾ ഇരിപ്പില്ലേ? ഇല്ലേ? ഇവിടെ നോക്ക്, ഇരിപ്പുണ്ടല്ലോ, ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ആ മലക്കുകൾ, അടുത്ത മലക്കിനെ ഞാൻ പറയാം, ആ മലക്കുകൾ നമ്മളൊരു തെറ്റ് ചെയ്താൽ അപ്പോൾ തന്നെ ആ മലക്കുകൾ എഴുതൂലോ? നമ്മൾ തെറ്റ് ചെയ്യുന്ന നിരീക്ഷിച്ചുകൊണ്ട് കുറെ അലൈക്കും ലഹാഫിളീൻ, അത് കണ്ടുകൊണ്ട് കുറെ മലക്കുകൾ ഉണ്ടാവൂലോ? അപ്പൊ നീ ആരും അറിയാതെ കള്ളു കുടിച്ച ആ കുടിച്ച കുടി ഈ മലക്ക് എഴുതുകയും ചെയ്യും, ഈ മലക്കുകൾ അള്ളാഹുവിന്റെ അടുക്കൽ എത്തിക്കുകയും ചെയ്യും. പ്രധാനപ്പെട്ട 2 മലക്കുകളാണ് അല്ല പറയുകയാണ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും എന്ത് മടിഞ്ഞാലും ഇടത്തെ തോളിലും വലത്തെ തോളിലും 2 മലക്കുകളുണ്ട്. നന്മ ചെയ്താൽ വലത്തെ തോളിലെ മലക്കെടുതി വെക്കും, തിന്മ ചെയ്താൽ ഇടത്തെ തോളിലെ മലക്കെടുതി വെക്കും. അവസാനം ആ മലക്കുകൾ എന്ത് ചെയ്യുന്നറിയോ? നാളെ നീ മരിക്കുന്ന സമയമാകുമ്പോ, സക്കറാത്തിന്റെ സമയമാകുമ്പോ പഴങ്കട്ടിൽ കിടന്ന് പിടയുമ്പോ ആ സമയത്തിടത്തെ തോളിലും വലത്തെ തോളിലും ഇരുന്ന മലക്കുകൾ പറയുമത്രേ, അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചവരാണ് നീ എന്ന് അവര് പറയുമത്ര. മുൻകരന്റെ ഹക്കീമുമത്തീടും ഭയക്കണ്ട, മരണസമയത്ത് മലക്കുകൾ സംസാരിക്കണം. പൊന്നുമോനെ നീ പേടിക്കണ്ട. എന്തിനാ പേടിക്കുന്നത്? എന്തിനാ? റുബ്ബ ഖൗലിൻ റുബ്ബ അമലിൻ സാലിഹിൻ അജ്ലസ്തനാ വറുബ്ബ മജ്ലിസി സിദ്ഖിൻ അജ്ലസ്തനാ വറുബ്ബ അമലിൻ സാലിഹിൻ അഹ്ളറതനാ. എത്രയെത്ര നല്ല സൽക്കർമ്മത്തിനാണ് നീ ഞങ്ങളെ സാക്ഷിയാക്കിയത്, എത്രയെത്ര നല്ല സദസ്സിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയിരുത്തിയത്. അതുകൊണ്ട് പൊന്നുമോനെ പേടിക്കണ്ട, പടച്ചറപ്പിന്റെ മുമ്പിൽ നിനക്ക് വേണ്ടി ഞങ്ങൾ സാക്ഷി നിന്നോളാ. അല്ലാഹുവേ, പടച്ചറപ്പേ മരണമുണ്ടത്രേ, സക്കറാത്തിൽ പിടയുമത്രേ, റൂഹ് വിട പറയുമത്രേ, മലമൂത്ര വിസർജനം നടത്തുമത്രേ, ആളുകൾ കരയുമത്രേ. ആ സമയത്ത് നമ്മളെ സാന്ത്വനിപ്പിക്കുന്നതാരാ? സാന്ത്വനിപ്പിക്കുന്നത് മലക്കുകളാണ്. ധൈര്യമായിട്ട് മണ്ണിന്റെ അടിയിലോട്ട് വെക്കോ, പരലോകത്തേക്ക് വെക്കോ, അർശിന്റെ ചുവട്ടിൽ വെക്കോ, അള്ളാന്റെ അടുക്കൽ വെക്കോ, ആഖിറത്തിൽ വെക്കോ. ഹിസാബിലിരുന്നോ, മഹിശറയിലിരുന്നോ ഓരണ്ട. നീ ദുനിയാവിന് ചെയ്തതെല്ലാം പ്രായബുദ്ധിയായ അന്ന് വരെ മരിക്കുന്നത് വരെ നീ ചെയ്തതെല്ലാം ഞങ്ങൾ കണ്ടതല്ലേ തോളത്തിരുന്ന്, ഞങ്ങൾ കണ്ടതല്ലേ തോളത്തിരുന്ന്. ധൈര്യമായിട്ട് പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ. പടച്ചറപ്പിന്റെ മുമ്പിൽ വരുമ്പോ നിനക്ക് വേണ്ടി ഞങ്ങൾ സാക്ഷി നിന്നുകൊള്ള. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഈ പരിസരത്ത് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഇലകൾ തമ്മിൽ ഇപ്പൊ മത്സരമായിരിക്കും, അവര് തർക്കിക്കുകയായിരിക്കും. അവരുടെ തർക്കം എന്തെന്നറിയോ? ആ വൃക്ഷത്തിന്റെ ഇല മറ്റേ വൃക്ഷത്തിന്റെ ഇലയോട് പറയൂ, ഇവിടെ കൂടിയ വൃക്ഷത്തിന്റെ ഇലയാണോ കൂടുതൽ, അതല്ല ഇവിടെ കൂടിയ മനുഷ്യരാണോ കൂടുതൽ? തർക്കിച്ചാൽ ഉത്തരം കിട്ടും, ഇവിടെ കൂടിയ മനുഷ്യരുടെ
പറയുന്നു. അങ്ങനെ കണ്ണെത്താ ദൂരത്തോടെ കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ ഒരു ചാവുന്ന സൂര്യനിരിച്ചു നിൽക്കുമ്പോ, താരച്ചമ്പിന്റെ തലയിൽ കിടക്കുമ്പോ, ഭാര്യ ഭർത്താവിനെ കാണുമ്പോ കാണാത്തത് പോലെ ഓടുമ്പോ, മക്കളിനെ കണ്ടിട്ട് തലകുരിച്ചു നിൽക്കുന്ന പരലോകത്ത് ആരുമില്ലാതെ നെട്ടോട്ടമോടുമ്പോ, ആ സമയത്താണ് പടച്ചറപ്പിന്റെ മുമ്പിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി റബ്ബ് വിളിക്കുന്നു. വജാത്ത് കുല്ലു നഫ്സിൻ മാ സാലിഖുൻ വശഹീദ്. നാളെ ഒരു ദിവസമുണ്ട് ചെറുപ്പക്കാരെ, നാളെ ഒരു ദിവസമുണ്ട് ചെറുപ്പക്കാരെ. പടച്ചറപ്പിന്റെ മുമ്പിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി വിളിക്കുമ്പോ, അഹമ്മദ് കബീറിനെ വിളിക്കുമ്പോ, നിങ്ങളെ വിളിക്കുമ്പോ, എന്നെ വിളിക്കുമ്പോ, ആ സമയത്ത് നമ്മൾ ചെയ്തു പോയ ജീവിതത്തിന്റെ കർമ്മങ്ങളെ കുറിച്ച് പടച്ചറപ്പിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് പോകുമ്പോ അല്ലാഹു പറയുക, മഹാ സായിഖുൻ വശഹീദ്. ആ പോകുന്നവന്റെ തൊട്ടടുത്തൊരു സാക്ഷി ഉണ്ടാവും, അവന്റെ മുമ്പിൽ നടത്താൻ ഒരാളുണ്ടാവും. അതാരെന്നറിയോ? അതാരെന്നറിയോ? മായൽഫുലുമിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മുമ്പിൽ റഖീബ് നടക്കും, ഇടയിൽ പുറകില് അതീദ് നടക്കും. സായിഖുമുണ്ടാവും, ഷഹീദുമുണ്ടാവും. ധൈര്യമായിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ പൊക്കോ. ഞങ്ങളെ സാക്ഷി പറയുന്നുണ്ട് നിനക്ക് വേണ്ടി, ഞങ്ങളെ പറയുന്നുണ്ട് അല്ലാഹുവേ, ഇവൻ കിലോമീറ്റർ ഓടിയിട്ട് മകന് വന്നവനാ, അവൻ പള്ളിക്ക് വേണ്ടി നടന്നവനാ, അവൻ നാട്ടിൽ മദ്രസ കെട്ടാൻ നടന്നവനാ, ഇവൻ ഫിത്നക്ക് നടന്നവനല്ല, ഇവൻ ബാനർ കീറാൻ പോയവനല്ല, ഇവൻ ഫ്ലെക്സ് ചിന്താൻ പോയവനല്ല. അല്ലാഹുവേ, ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ വഹദിന്റെ സദസ്സ് നടക്കുമ്പോ ആളുകളെ നിയന്ത്രിക്കാൻ 5 മാസക്കാലമായി ഉറക്കമിളച്ച് നടക്കുന്ന ചെറുപ്പക്കാരന്റെ ഇവിടെ സഹോദരങ്ങളെ, സഹോദരങ്ങളെ, പരലോകത്ത് ചെല്ലുമ്പോ നമ്മുടെ തോളത്തിരിക്കുന്ന മലക്കുകൾ നമുക്ക് സാക്ഷിയായി മാറുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവേ, നീ ഞങ്ങളെ അങ്ങനെ ആക്കണേ അല്ലാഹ്. എന്റെ കരളിന്റെ കസരമായ ചെറുപ്പക്കാരോട്, എന്നെ കേൾക്കാനെത്തിയ വന്ധ്യവയോധികന്മാരോട്, സഹോദരങ്ങളെ, ഈ സദസ്സ് പിരിയുമ്പോ ഒന്നും നിങ്ങൾ വേറൊന്നും ചിന്തിക്കണ്ട. പടച്ചറബ്ബേ, എന്റെ 2 തോളത്തിരിക്കുന്ന മലക്കുകൾ നാളെ പരലോകത്തിന്റെ കൂടെ നിന്റെ അടുക്കലേക്ക് വരുമ്പോ അവർ അല്ലാഹുവോട് പറയണം, അല്ലാഹുവേ, ഇവൻ നല്ലത് മാത്രം, ഇവൻ നല്ലത് മാത്രം, ഇവൻ നല്ലത് മാത്രം ചെയ്തവനാണല്ലാ എന്ന മലക്കുകൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അല്ലാഹു നമ്മളെ ആക്കി തീർക്കുമാറാകട്ടെ. അങ്ങനെ ഒന്ന് ചിന്തിച്ചൂടെ നമുക്ക്? ഈ 2 മലക്കുകൾ വജാഅതു കുല്ലു നഫ്സിൻ മാഹാ സായിഖുൻ വശഹീദ്. പരലോകത്ത് പോകും അല്ലാഹുവിന്റെ അടുക്കലേക്ക്. മുമ്പിലൊരു മലക്ക്, പുറകിലൊരു മലക്ക്. വാ പോയി, ഷഹീദ് സാക്ഷിയുണ്ട്, വാ പോ അല്ലാഹുവിന്റെ അടുക്കലേക്ക്. പേടിച്ചു വറച്ചു പോകുമ്പോ കൂട്ടിലകപ്പെട്ട സിംഹത്തിന്റെ കൂട്ടിലടപ്പിച്ച മാൻപേടെ പോലെ മോനെ വിറക്കും. അന്ന് ആരുണ്ടാവൂല, അന്ന് ഒരു കൂട്ടുകാരനുണ്ടാവൂല. കള്ളു കുടിക്കാൻ ഷെയറിട്ട കൂട്ടുകാരനില്ലേ, ചീട്ട് കളിക്കാൻ വിളിച്ചവനില്ലേ, ന്യൂ ഇയറിന് ആഘോഷിക്കാൻ വിളിച്ചവനില്ലേ, ട്രെയിനിന് പോകാൻ വിളിച്ചവനില്ലേ, ഒരൊറ്റ ഒരുത്തം കൂടി ഉണ്ടാവൂല. ആത്മാർത്ഥ കൂട്ടുകാരൻ ആത്മാർത്ഥ കൂട്ടുകാരനെ തിരിഞ്ഞു നോക്കില്ല. يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه. ഭാര്യ ഭർത്താവിനെ നോക്കുകയില്ല, ഭർത്താവ് ഭാര്യയെ തിരിഞ്ഞു നോക്കുകയില്ല. يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. ഭാര്യയും മക്കളും പ്രയോജനം ചെയ്യുകയില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നല്ല ഹൃദയത്തോടെ ജീവിച്ചവനാണോ അല്ലാഹു അങ്ങനെയുള്ളവനെ മാത്രം പരിഗണിക്കുന്ന ദിവസമാണ് മഹ്ശർ എന്ന വിശുദ്ധ ഖുർആൻ. ഓ, ഭാര്യയില്ല, മക്കളില്ല. അപ്പൊ ഈ റഖീബ് അത്തീദും എന്ത് ചെയ്യണം? റഖീബ് അത്തീദ് എന്ത് ചെയ്യണം? ബാ പോ അല്ലാഹുവിന്റെ അടുക്കൽ പോ. പേടിച്ചു പറച്ചു പോകും. ഞങ്ങളല്ലേ സാക്ഷി? ഏതിന്? കള്ളു കുടിച്ചതിനല്ല, കള്ളു കുടിച്ചതിനല്ല, നന്മ ചെയ്തതിന് ഞങ്ങൾ സാക്ഷികളാണ് എന്ന് മലക്കുകളെ കൊണ്ട് സാക്ഷി പറയിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉറക്കപ്പറ മനുഷ്യന്മാര്, ഉറക്കപ്പറ മനുഷ്യന്മാര്, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ മലക്കുകൾ പറയും. മലക്കുകൾ ആരാ? പരലോകത്ത് നമുക്ക് വേണ്ടി അവരെന്ത് ചെയ്യും? ശുപാർശ ചെയ്യും. മലക്കുകള് ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. നമ്മളിങ്ങനെ ഒരു വിധത്തിൽ അങ്ങനെ കഴിച്ചിലായി, രക്ഷപ്പെട്ടു, ഇങ്ങനെ പോവുക മഹിഷറയെ കൂടെ. മഹിഷറ ഇങ്ങനെ പോവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ തന്നെ ഉള്ളൂ. ആരേ ഉള്ളൂ? നമ്മൾ തന്നെ ഉള്ളൂ. മതിയാ? തന്നെ മതിയാ സ്വർഗത്തിലേക്ക് പോകുമ്പോ? ഭാര്യ വേണ്ട? വേണ്ടേ? ഇന്ന് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ എന്നെ ഒരാൾ കാണാൻ പോകുന്നു. ഞാൻ ആളെയൊന്നും പറയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നല്ല ചികിത്സയൊക്കെ തന്നെ, എനിക്ക് നന്നായിട്ട് തിരിഞ്ഞു ഉടച്ചു. രണ്ട് പിള്ളേർ ഒരു ചവിട്ട് ഉടച്ചു വന്നു. എണ്ണയൊക്കെ ഇട്ടിട്ട് തിരുമ്മി ഇത്ര നേരത്തെ വകതിന്റെ ക്ഷീണത്തിന് മാറി. അപ്പൊ ഞാൻ പറഞ്ഞു, 10 ദിവസം വന്ന് ഇവിടെ ഇങ്ങോട്ട് കിടക്കണം, ആരുമില്ലാതെ. അപ്പൊ നല്ല അന്തരീക്ഷമൊക്കെ കൊള്ളാം, നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ട് അവിടെ. സ്വിമ്മിംഗ് പൂളുണ്ട്, കുളിക്കാൻ സ്ഥലമുണ്ട്, കളിക്കാൻ ഊഞ്ഞാലുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഏതായാലും അതൊക്കെ കണ്ടപ്പോ എനിക്കൊരാഗ്രഹം, ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് വരണം. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരാഗ്രഹം, നമ്മുടെ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ടൊന്ന് ഉല്ലസിച്ച് ആനന്ദിച്ചൊക്കെ പോകാൻ പറ്റണം. ടൂറ് പോകുമ്പോ തന്നെ പോകരുത്, ഭാര്യയും കുട്ടിയായിട്ട് പോകണം. ഏറ്റവും നല്ല സുഹൃത്ത് ഭാര്യയാവണം. ടൂർ പോകുമ്പോ തന്നെ പോലും ഭാര്യ മക്കളുടെ മുമ്പിൽ നമ്മളൊരു ഉല്ലാസത്തിന്റെ ജീവിതം പടുത്തുണ്ടാക്കും. അള്ളാഹുവിനാക്കി തരട്ടെ. പെണ്ണുങ്ങൾ വിചാരിക്കണം, കബീർ ഉസ്താദിന്റെ ഭാര്യ എന്താ ഭാഗ്യവതി, ഓളോട് ചോദിച്ചാലല്ലേ കാര്യം അറിയാവും. ഞാൻ ഒരിടത്തും കൊണ്ടുപോകില്ല. ഞാൻ പറയും, വകുപ്പ് പറയുന്നിടത്ത് നിനക്ക് നോ അഡ്മിഷൻ. അപ്പൊ ആ സമയത്ത് അയാൾ എന്നോട് പറഞ്ഞു, ഏയ് ഭാര്യയെ കൂട്ടി വരരുത്. ഞാൻ അതെന്ത്? അല്ലേ തന്നെ ഏറ്റവും വലിയ ഇടങ്ങേറുണ്ടാക്കുന്ന ചെയ്താനല്ലേ? 10 ദിവസം മാറിയിരിക്കാൻ ചെയ്താനെ വിട്ടിട്ട്. അദ്ദേഹം എന്നോട് പറയാം, ഒരു ഇത്ര വയസ്സായ ആളാ. ഞാൻ പറഞ്ഞു, എന്തിട്ട് വർത്താനം പറഞ്ഞ അവരെ മാറ്റിട്ട് പോവാനാ? ഏയ് കൊണ്ടുവരല്ലോ 10 ദിവസം. അതല്ലേ തന്നെ ഇടങ്ങേറാ? അല്ല സഹോദരങ്ങളെ, നമ്മൾ നാളെ പോകുമ്പോ മലായികത്തുകൾ നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ മലക്കുകൾക്കൊരു ബന്ധം ഉണ്ടെന്നറിയോ? ഉമ്മാടെ ഗർഭാശയത്തിൽ 4 മാസം പ്രായമുള്ളപ്പോ മലക്കിനെ അള്ള പറഞ്ഞു വിടും. എന്നിട്ട് നമ്മുടെ തലയിൽ എഴുതി വെക്കും നമ്മുടെ ഭാര്യ ആരാണ്. നിങ്ങൾ ഉമ്മാടെ ഗർഭാശയത്തിൽ 4 മാസമായിട്ട് കിടക്കുമ്പോ തലയിൽ എഴുതി വെക്കും ഇവളുടെ ഭർത്താവ് ആരാണ്. വിടക്ക് വിടുമ്പോ ഭാര്യയും ഭർത്താവും പറയില്ല, പടച്ചോനെ എത്രയോ നല്ല നല്ല മൊഞ്ചുള്ള പയ്യന്മാര് വന്ന് കണ്ടിട്ട് പോയി, ഈ ദജ്ജാല് തന്നെ എന്റെ തലവിധിയാണ്. അള്ളാഹു തലവിധിയാ, ആകെ തലവിധി തന്നെ. പറഞ്ഞിട്ട് ഏയ് പറഞ്ഞിട്ട് വരൂല. ഭരണ ജയന്തി ജനറൽ എക്സ്പ്രസ് പാളത്തിൽ കൂടെ അല്ലേ വരൂ? പാള വിട്ടാ പിന്നെ അതുവഴിയല്ലേ വരൂ? മാറി നിന്നിട്ട് കാര്യമുണ്ടാ? അപ്പൊ 4-ാം മാസത്തിൽ ഇത് എഴുതി വെച്ചതാരാ? മലക്കാണ്. എന്റെ പൊന്നു മോനെ, നിന്റെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട് നിന്റെ ഭാര്യയാണ്. വെറുതെ റീചാർജ് ചെയ്ത് പൈസ കളയാണ്. എന്ത് വളച്ചാലും പൊന്നു മോനെ സമയം അങ്ങോട്ട് പോകും. അതുകൊണ്ട് വെറുതെ പൈസ കളയണ്ട. അള്ള തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാടെ കതറല്ലാതെ നടക്കൂല. ചില സമയത്ത് നമ്മൾ പറയൂല്ലോ, പടച്ചവനെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ടൊക്കെ ഇങ്ങോട്ട്. അള്ള ഇടുക്കി ജില്ലയിൽ പറഞ്ഞ ആളാ ഞാൻ. എന്റെ തലയിൽ അള്ള എഴുതി വെച്ചിട്ടുണ്ട് നിന്റെ പെണ്ണ് വരുന്ന കൊല്ലം ജില്ലയെന്നാണ്. വരാനുള്ള വരവ് 200 കിലോമീറ്റർ അപ്പുറത്തുനിന്ന്. 200 കിലോമീറ്റർ. അബു വീട്ടിൽ പോയി പറയില്ലട്ടെ, അവരെ വിശ്വാസമില്ല. എന്റെ കല്യാണം 2 വർഷം മുമ്പ് അവളെ എനിക്ക് ആലോചിച്ച. അപ്പൊ ദൂരെ വന്നു പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും വേണ്ടെന്ന് വെച്ചാ 2 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും കറങ്ങി തിരിഞ്ഞു വന്നു. അപ്പൊ അവളെ എഴുതി വെച്ച സമയം എന്ത് ചെയ്യും? എന്താ സിദ്ദീഖ? ആ കാടും കിടന്ന് കൗകും തോട്ടം കഴിഞ്ഞിട്ട് വന്നില്ല വീട്ടിൽ. അത് വരണേ. അപ്പൊ അല്ലാഹുവിന്റെ മലക്കുകൾ എഴുതി വെച്ചതാണ് നിന്റെ ഭാര്യ. ആ ഭാര്യയിലൂടെ അല്ലാഹു ജഅലക്കും മിൻ അൻഫുസികും അസ്വാജാ വബനീന വഹഫദാ. ആ ഭാര്യയിലൂടെ ഡിലീറ്റ് ചെയ്ത് എല്ലാ പിള്ളേരും മൊബൈൽ എടുത്ത് ഡിലീറ്റ് ചെയ്ത്. ഇനിയിപ്പോ വിളിച്ചിട്ട് കാര്യമില്ല. വാക്കവി പറഞ്ഞ് നടക്കും.
തന്നെ നല്ലത്, അത് തന്നെ അല്ല, ഡിലേറ്റ് ചെയ്യും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്താണ് നമ്മൾ അല്ലാഹുവിന്റെ മലായികത്തുകൾ ശുപാർശ നൽകി അവരതാ പരലോകത്തിന്റെ മുമ്പിലൂടെ നടന്നു പോവുകയാ. പടച്ചറപ്പിന്റെ അർശിന്റെ മുമ്പിലൂടെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് നടന്നു പോകുമ്പോ ആ സമയത്തൊരു കാഴ്ചയുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ജീവിതത്തിൽ മാത്രമല്ല, മരണത്തിന്റെ സമയത്ത് മാത്രമല്ല, പരലോകത്തിലും മലായികത്തുകൾ നമ്മുടെ കാവൽക്കാരാ. الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويستغفرون للذين آمنوا ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم. ഈ രണ്ടായത്തുകൾ എന്റെ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്താ. അള്ളാന്റെ അർശിനെ താങ്ങിക്കുന്ന മലക്കുകൾ നിൽക്കുകയാണ്. അവരുടെ മുമ്പിലൂടെ ഞാനും നിങ്ങളും ഇത് അന്യഗ്രഹ ജീവികളുടെ കഥയല്ല, ഇത് ബഹിരാകാശത്തിന്റെ ജീവികളുടെ കഥയല്ല, ഇത് ചൊവ്വയിൽ തടാകമുണ്ടെങ്കിൽ അവിടെ പുലത്തു വന്ന ജീവന്റെ കഥയല്ല, ഇത് അഹമ്മദ് കബീറിന്റെ കഥയാണ്, ഇത് നിങ്ങളുടെ കഥയാണ്, ഇത് സ്റ്റേജിൽ ഇരിക്കുന്നവരുടെ കഥയാണ്. പൊന്നുപെണ്ണേ, നിന്റെ ചരിത്രമാണ്. പടച്ചറപ്പിന്റെ മുമ്പിലൂടെ പോകുമ്പോ അർശിനെ താങ്ങി നിൽക്കുന്ന മലക്കുകൾ അള്ളാഹുവിനവരെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയാ, റബ്ബിനവരെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയാ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. അള്ളാഹനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ സമയത്തിൽ പാവപ്പെട്ട അഹ്മദ് കബീർ അല്ലെങ്കിൽ നിങ്ങള് അള്ളാഹന്റെ മുമ്പിലൂടെ ചൂളിയിട്ട് നടന്നു പോവുക. ആ സമയത്ത് മലക്കുകൾ പറയും, അല്ലാഹുവേ 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 വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ. ഈമാനുള്ളവർക്ക് വേണ്ടി, തഖ്വയുള്ളവർക്ക് വേണ്ടി ഈ മലക്കുകൾ ഇസ്തിഗ്ഫാറിനെ തേടും. അല്ലാഹുവേ അല്ലാഹുവേ മലക്കുകൾ ഇസ്തിഗ്ഫാറിനെ തേടും നമുക്ക് വേണ്ടി. അല്ലാഹുവേ റബ്ബനാ 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 വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമാ. അഖില ലോക ബ്രഹ്മാണ്ഡ കടാരത്തെ മുഴുവൻ കാരുണ്യം കൊണ്ട് നിറച്ച റബ്ബേ, കരകാണാ കടല് പോലെ കരകലിഞ്ഞൊഴുകുന്ന കാരുണ്യത്തിന്റെ ഉടമസ്ഥനെ തമ്പുരാനെ, ഫഗ്ഫിറുലില്ലദീന താബൂ. പോകുന്ന മനുഷ്യന് പുറത്തു കൊടുക്കണയല്ല. അവൻ തെറ്റ് ചെയ്തവനാണ്, അവൻ വ്യഭിചരിച്ചവനാണ്, അവൻ പലിശ മേടിച്ചവനാണ്, അവൻ അന്യനെ ദ്രോഹിച്ചവനാണ്. പക്ഷേ മരിക്കുന്നതിന് മുമ്പേ തൗബ ചെയ്തതാ. ചെറുപ്പക്കാരെ ചെറുപ്പക്കാരെ, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണേ. തൗബ ചെയ്തിട്ട് മരിച്ച, ഖേദപ്രകടനം നടത്തിയിട്ട് മരിച്ച, ഇന്ന് രാത്രി കരഞ്ഞിട്ട് മരിച്ച, ഇന്ന് രാത്രി കരഞ്ഞിട്ട് മരിച്ച, ഏത് സമയത്താ മരിക്കുന്നതെന്ന് ഉറപ്പുള്ളതെങ്ങനെയാ? കുറെ വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയപ്പാടത്ത് ഞാൻ മേലിൽ വന്നു. കുറെ ചെറുപ്പക്കാര് മുമ്പിൽ വന്നിരുന്ന് കേൾക്കുകയാ. അന്ന് ഞാൻ തൗബയെ കുറിച്ച് പറഞ്ഞു. വയൽ കഴിഞ്ഞിട്ട് എന്നെ മുസാഫഹത്ത് ചെയ്യുമ്പോ ഒരു ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ധാരാളം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ വയൽ കെട്ടിട്ട് മനസ്സിന് മാനസാന്തരം ഉണ്ടാവും. ഞാൻ ഇന്നു മുതൽ ഒരു പുതിയ മനുഷ്യനാ, ഞാനിനി തെറ്റുകയില്ല, ഇന്ന് തൗബയ്ക്കാതെ കിടന്നുറങ്ങില്ല. കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞിട്ട് പോയ ചെറുപ്പക്കാരനാ. വയൽ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി. രാവിലെ സുബഹിന്റെ സമയത്താണ് പലപ്പോഴും വീട്ടിലെത്തുക. 4 മണിയാകുമ്പോഴൊക്കെ എത്തും. കണ്ണു തുറന്ന് പിടിച്ചിട്ട് ബാങ്ക് വിളിച്ചിട്ട് നിസ്കരിച്ചിട്ട് കിടന്നിട്ട് ആ സമയത്ത് കിടന്നാ പിന്നെ എഴുന്നേക്കാൻ പറ്റില്ല. സുബഹി നിസ്കരിച്ചിട്ട് കിടന്നതേയുള്ളൂ. ഒരേ കോൾ വരാൻ തുടങ്ങി മൊബൈലിൽ. ഭാര്യ വന്നിട്ട് പറഞ്ഞു, എന്തോ അത്യാവശ്യത്തിന് ആരോ വിളിക്കുന്നതായെടുത്ത്. ഉറക്കച്ചടവീന്നെഴുന്നേക്കുമ്പോ ആ സമയത്ത് കേട്ടതെന്തെന്നറിയോ? ഉസ്താദേ ഉസ്താദേ, ഇന്നലെ രാത്രി വേദ കിടന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് തൗബ ചെയ്യുമെന്ന് പറഞ്ഞു പോയ ചെറുപ്പക്കാരൻ രാവിലെ അവൻ ആദ്യമായിട്ട് സുബഹിക്ക് പള്ളിയിൽ വാങ്ങ വിളിച്ചു. വാങ്ങ കേട്ടിട്ട് വീട്ടിൽ നിന്നെഴുന്നേറ്റ് സുബഹി നിസ്കരിക്കാൻ പള്ളിയിലോട്ട് പോയടാ. ഒരു വേറി ഭാഗം വന്നിട്ട് ബൈക്കിൽ ഇടിച്ചു. നടുറോഡിൽ ആ ചെറുപ്പക്കാരെ ചുവരത്തിരിക്കുന്ന മാംസക്കഷണങ്ങളായി മാറി. സഹോദരങ്ങളെ സഹോദരങ്ങളെ, ആ രാത്രിയിൽ അവനൊന്ന് തൗബ ചെയ്ത. അതിനു മുമ്പ് നിസ്കരിച്ചിട്ടുണ്ടാവില്ല, നോമ്പ് പിടിച്ചിട്ടുണ്ടാവില്ല, സദക്ക കൊടുത്തിട്ടുണ്ടാവില്ല,
പക്ഷെ ആ ചെറുപ്പക്കാരൻ അള്ളാന്റെ സ്വർഗത്തിലല്ലേ, അള്ളാന്റെ സ്വർഗത്തിലല്ലേ. ഒരൊറ്റ രാത്രി കൊണ്ട് സ്വർഗം നേടാൻ കഴിഞ്ഞ പൊന്നുമോനെ ഞാൻ പറയുകയാ, ഇപ്പം വന്നപ്പോഴും നീ ഒരു തെറ്റ് ചെയ്തിട്ട് വന്നവനായിരിക്കാം, കള്ളു കുടിച്ചിട്ടുണ്ടായിരിക്കാം, ഈ സമയത്ത് നീ ഒരു തെറ്റ് ചെയ്തവനായിരിക്കാം. പക്ഷെ ഇന്നത്തെ രാത്രി നിനക്ക് സമയമുണ്ട്. അള്ളാഹുവോട് തൗബ ചെയ്യ്, പടച്ചറപ്പിനോട് പൊട്ടിക്കരന്ന് പറയേ, അല്ലാഹുവേ അല്ലാഹുവേ പൊറുക്കന്റെ പാപം ചെയ്തീവരുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീ അല്ലാതെ. പൊറുക്കന്റെ പാപം ചെയ്തീവരുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീ അല്ലാതെ. പെങ്ങളെ അന്യപുരുഷനോട് ഒത്തിരി സംസാരിച്ചിട്ടുണ്ടാവാം, ഭർത്താവിനെ ബന്ധിച്ചിട്ടുണ്ടാവാം, ഭാര്യ ബന്ധിച്ചിട്ടുണ്ടാവാം. ഇന്നത്തെ രാത്രി നിനക്ക് സമയമുണ്ട്. അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ നാളെ രാവിലെ പെങ്ങളെ എഴുന്നേറ്റുമ്പോതിന്റെ മയ്യത്താ കാണുന്നതെങ്കിൽ തിരുവനന്തപുരം ജില്ലക്കട് കാച്ചിങ്ങരുടെ താലങ്കോട് പ്രിയപ്പെട്ട പെങ്ങൾ 22 വയസ്സുള്ള പെങ്ങളാ, വിവാഹത്തിന്റെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയാ. തിരുവനന്തപുരത്ത് നാലങ്കോടിൽ കാറിൽ വരുമ്പോ കാറ് അപകടമുണ്ടായി, 5 പേർ അപകടത്തിൽപ്പെട്ടു, 4 പേരുടെ നില അതീവ ഗുരുതരമാ. 22 വയസ്സുള്ള പെണ്ണുമോളുടെ റഷ്യ എന്ന പെണ്ണുമോള്, അവൾക്ക് വേറെ പരിക്കൊന്നുമില്ല. ഐസിയിൽ നിന്ന് വെളിയിലാക്കി വാട്ടിലാക്കി. ബുധനാഴ്ച വൈകുന്നേരമായി ആ പെണ്ണ് പറഞ്ഞെന്നെ ഡിസ്ചാർജ് ചെയ്യണം, എനിക്കൊരു കുഴപ്പമില്ല. ഡോക്ടർ വന്ന് പരിശോധിച്ചു, കുഴപ്പമില്ല, എനിക്ക് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോകണം. എന്താ പോകുന്നതെന്താ? ആ സമയത്താണ് പെണ്ണ് പറഞ്ഞത്, നാളെ എന്റെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയാ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിയുകയാ, എന്റെ ഭർത്താവ് ദുബൈയിൽ നിന്ന് വിവാഹത്തിന്റെ വാർഷികം ആഘോഷിക്കാൻ വരും, എനിക്ക് പോണം. ഡോക്ടർ പരിശോധിച്ചു, ഡിസ്ചാർജ് ഷീറ്റ് എഴുതി, അവർക്ക് യാതൊരുവിധ പ്രശ്നമില്ല. രാത്രി വന്നിട്ട് പിറ്റേ ദിവസത്തെ വിവാഹത്തിന്റെ സമ്മാനം വാങ്ങിച്ചു, ഭർത്താവിന് കൊടുക്കാൻ സർപ്രൈസിന്റെ സമ്മാനം പോയി വാങ്ങിച്ചു. വീട് മുഴുവനും വൃത്തിയാക്കി, വസ്ത്രങ്ങളെല്ലാം എടുത്താളെ ഉടുക്കാനുള്ള പുതുവസ്ത്രം വാങ്ങി. ഭർത്താവ് രാവിലെ തിരുവനന്തപുരം എയർപോർട്ടിൽ 7:30 ഫ്ലൈറ്റ് 6:30 ഫ്ലൈറ്റിൽ വന്നിറങ്ങും. രാത്രിയിൽ നാളെ വിവാഹം നടന്ന ദിവസമല്ലേ, ഭർത്താവ് വരികയല്ലേ. ആവേശത്തിന്റെ ചിന്തയോടെ പെണ്ണുമോള് കിടന്നിറങ്ങി. രാവിലെ പള്ളിയിൽ സുബഹിന്റെ ബാങ്ക് മുഴങ്ങി. ബാങ്ക് വിളിക്കുന്ന എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന പെങ്ങളാ, അവരെ ലൈറ്റ് കണ്ടില്ല, പതിവില്ലാതെ എഴുന്നേക്കത്തെന്ന മോള്. ഉമ്മ വന്നിട്ട് വാതിലിന് വിട്ട് തുറക്കുന്നില്ല. അവസാനം തട്ടിത്തള്ളി തുറക്കുമ്പോ കാണുന്നതെന്താ, റസിയ എന്ന പെണ്ണുമോളെ കുരുത്തു വിളിച്ചപ്പോ അവള് പിന്നീട് കണ്ണു തുറന്നില്ല. പെങ്ങളെ അടച്ചുപൂട്ടിയ കണ്ണുമായി കട്ടിലിൽ അവൾ കവന്ന് കിടക്കുകയാ. ആ പെണ്ണിന്നലെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. എയർപോർട്ടിൽ നിന്ന് ഭർത്താവ് വന്നിറങ്ങുമ്പോ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് വെള്ളത്തുണിയല്ല, സുന്ദരമായ പട്ടുവസ്ത്രം ധരിച്ചിട്ട് തന്റെ മുമ്പിൽ കുടുങ്ങി നിന്ന പെണ്ണ് അതാ വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് മലന്ന് കിടക്കുകയാ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് എന്റെ ജീവിതത്തിലോട്ട് വന്നവള്, നീ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോ നിസ്കാരത്തിന് പള്ളിയിൽ ബാങ്ക് മുഴങ്ങി. സഹോദരങ്ങളെ, വെള്ളത്തുണി പൊരിഞ്ഞ് അത്തരം പൂശി പുതുമണമാട്ടി എഴുന്നേറ്റു. അവളെ ആരടി മണ്ണിലേക്ക് കൊണ്ടുപോയി. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അവള് പുതുമണമാട്ടിയ ഇന്നവളാരെന്നറിയുമോ, ഇവർ ജിന്ദഗി മേ ദുൽഹൻ ബനേഗാ, ഉദർ ജിന്ദഗി മേ ജനാസാ ഉടേഗാ. ഇധർ ജിന്ദഗി മേ ദുൽഹൻ ബനേഗാ, ഇധർ ജിന്ദഗി മേ ജനാസാ ഉടേഗാ. മണവാട്ടി മയ്യത്തായിട്ട് പോവുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് തിരിയുന്നതിന് മുമ്പേ പൊന്നുപോലെ മരണം തൊട്ട് മുമ്പിലെത്തി നിൽക്കുമ്പോ എന്താ കഴിവ് തുറന്നിട്ട് ചിന്തിക്കുന്നില്ല പെങ്ങളെ. ചെരുപ്പിന്റെ വാറ് പോലെ മരണം അടുത്ത് കിടക്കുകയല്ലേ, ഏത് സമയത്തും മരിക്കേണ്ടവളല്ലേ.
ഏത് സമയത്തും മരിക്കുന്നവളല്ലേ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്. സൗദി അറേബ്യയുടെ കിരീടാവകാശ് സ്വർണത്തിന്റെ കനിക്ക് കാവൽ നിൽക്കുന്ന ഏത് രാജ്യത്താണോ ആ സ്വർണ്ണക്കനിയുടെ ഉടമസ്ഥനാണ് മരുഭൂമിയിലെ ഡെസേർട്ടിൽ പോയിട്ട് വെള്ളം കിട്ടാതെ മരിച്ചുപോയത്. എന്തേ ചിന്തിക്കുന്നില്ല? നാളെ പരലോകത്തൂടെ കടന്നു പോകുമ്പോ അള്ളാന്റെ അർശിനെ താങ്ങി നിൽക്കുന്ന മലക്കുകൾ അള്ളാനോട് ദുആ ചെയ്യും, അല്ലാഹുവേ ഫഗ്ഫിർ ലില്ലദീന താബൂ, ഇവൻ തൗബ ചെയ്തവനാണ് റബ്ബേ, വഖീം അദാബൽ ജഹീം, ഇവനെ കത്തിക്കാളുന്ന നരകത്തിലേക്ക് വലിച്ചെറിയല്ലേ അല്ലാ എന്ന് മലക്കുകൾ ശുപാർശ ചെയ്യുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അള്ളാഹു നമ്മൾ അതിന് പെടുത്തട്ടെ. തൗബ ചെയ്യണം, തൗബ ചെയ്യണം, നിർത്തണം. മലക്കുകൾ പറയും, അല്ലാഹുവേ ഇവൻ തൗബ ചെയ്തവനാ, വഖിഹിം അദാബൽ ജഹീം, ഇവനെ നരകത്തിലിടല്ലേ അല്ലാഹു, ഇവനെ നരകത്തിലിടല്ലേ അല്ലാഹുവേ, നരകത്തിലിടല്ലേ അല്ലാഹുവേ എന്ന് പറയുമ്പോ ആ സമയത്ത് സഹോദരൻ തീർന്നില്ല. വീണ്ടും മലക്കുകൾ പറയും, അള്ളാഹുടെ അർശിനെ ചുമന്ന് നിൽക്കുക, അള്ളാഹുടെ അർശിനെ ചുമന്ന് നിൽക്കുക. വീണ്ടും പറയും, അല്ലാഹുവേ പോരാ, നരകത്തിൽ നിന്ന് ഇവനെ രക്ഷിച്ചാൽ പോരാ, റബ്ബനാ വഅദ്ഖിൽഹും ജന്നാതി അദ്നിൻ അല്ലതീ വഅദ്തഹും വമൻ സലക മിൻ ആബാഇഹിം വഅസ്വാദിഹിം വദുർരിയാതിഹിം ഇന്നക അന്തൽ അസീസുൽ ഹകീം. അല്ലാഹുവേ റബ്ബനാ രക്ഷിതാവേ വഅദ്ഖിൽഹും ജന്നാതി അദ്നിൻ അല്ലതീ വഅദ്തഹും, നീ ഇവന് വാഗ്ദാനം ചെയ്ത ഏദൻ തോട്ടം നീ ഇവന് കൊടുക്കണേ അല്ലാഹുവേ, നീ ഇവന് കൊടുക്കാമെന്ന് പറഞ്ഞ ഏദൻ തോട്ടം സ്വർഗത്തിന് നൽകണേ അല്ലാഹുവേ. ഇവനെ മാത്രമല്ല വഅസ്വാദിഹിം, ഇവന്റെ ഭാര്യക്കും, വദുർരിയാതിഹിം, ഇവന്റെ പൊന്നുമക്കൾക്കും. നമ്മൾ സ്വർഗത്തിൽ, നമ്മുടെ ഭാര്യ സ്വർഗത്തിലില്ല, എന്ത് സുഖമാണുള്ളത്. നമ്മൾ സ്വർഗത്തിലുണ്ട്, നമ്മുടെ പൊന്നുമക്കള് സ്വർഗത്തിലില്ല, അവര് തൊട്ടപ്പുറത്ത് കിടന്ന് നരകത്തിൽ കിടന്ന് കരിയുകയാണ്. എന്ത് സന്തോഷമാ നമുക്കുള്ളത്. ഭാര്യയോടൊത്ത് മക്കളോടൊത്ത് അല്ലാഹുവേ നീ ഇവനെ ഏദൻ തോട്ടത്തിൽ കൊണ്ടുപോകണേ അല്ലാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു പറയും, ഇതിന്റെ ഭാര്യ വിളി, എന്റെ മക്കളെ വിളി. അല്ലാഹുവേ നീ ആ കാഴ്ച ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ഈ ദുനിയാവിലൊരു വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി ജീവിപ്പിച്ചിട്ട് പടച്ച റബ്ബേ ആഖിറത്തിലെ വീട്ടിൽ ഞങ്ങൾ വിട്ടുപിരിപ്പിക്കല്ലേ അല്ലാഹുവേ, ആഖിറത്തിലെ വീട്ടിൽ ഞങ്ങൾ വിട്ടുപിരിപ്പിക്കല്ലേ അല്ലാഹുവേ, ആഖിറത്തിലെ വീട്ടിൽ ഞങ്ങൾ വിട്ടുപിരിപ്പിക്കല്ലേ അല്ലാഹുവേ. രണ്ടിടത്തേക്കാണ് പോക്ക്, ഒന്ന് ജഹീമിലേക്ക് നരകം, ഒന്ന് ജന്നാത്തു അതിലേക്ക് തോട്ടത്തിലേക്ക്. രണ്ട് പോക്ക, ആ അവസാനം തീർന്നു. രണ്ടിടത്തും മലക്കുകൾ ഉണ്ടാവും, അവസാനത്തെ പോക്കവിടേക്കാ. നിന്റെ ഭാര്യ വിളി, മക്കളെ വിളി, ഭാര്യയും മക്കളെയും കെട്ടിപ്പിടിച്ച് നേരെ അള്ളാഹു സ്വർഗത്തിലേക്ക് നടക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതല്ല നരകത്തിലേക്കാണെങ്കിൽ അവിടെ ഉണ്ടാകും എല്ലാ ആളുകളും ഉണ്ടാവും. ആരുണ്ടാവും? നരകത്തിലേക്കാ ഭാര്യ മക്കളെ വിളിച്ചോണ്ട് പോകുന്നെങ്കിൽ നരകത്തിൽ ഇബ്ലീസ് ഉണ്ടാവും. ആരുണ്ടാവും? എടാ പഹയ, നീ അല്ലടാ ഞങ്ങളെ പിഴപ്പിച്ചത് എന്ന് ഇബ്ലീസിന്റെ കൊങ്ങായിക്ക് വിളിക്കും, തൊള്ളയ്ക്ക്. അപ്പൊ ഇബ്ലീസ് പറയും, റബ്ബനാ മാ തുഗൈതു, അല്ലാഹുവേ ഞാനല്ല ഇവിടെ പിഴപ്പിച്ചത്. ഇബ്ലീസ് കൈയൊടിയും, റബ്ബനാ മാ തുഗൈതു വലാകിൻ കാന ഫീ ളലാലിൻ ബരീദ്. നരകത്തിലേക്കാ പോകുന്നതെങ്കിൽ ഇബ്ലീസ് ഞങ്ങളല്ല അല്ലാഹുവെ പിഴപ്പിച്ചത്. അപ്പൊ അവിടെ ഉണ്ടാവും ആര്? കയ്യില് 40 ലക്ഷത്തിന്റെ ഫ്ലാറ്റും 10 പവന്റെ സ്വർണവും പിന്നെന്താ 1 കോടിയോ ഒക്കെ ആയിട്ട് നിൽപ്പുണ്ടാവും. ആര്?
ആര്? റീമാ കല്ലിങ്കലുണ്ടാവും. ആ സമയത്ത് നരകത്തിലേക്ക് പോയ മാപ്പിള പെണ്ണ്, പറതയിട്ട പെണ്ണ്, തലവളച്ച പെണ്ണ്, എന്ത് പറഞ്ഞാലും ഞങ്ങളിൽ നിന്ന് മാറില്ലെന്ന് പറഞ്ഞ പെണ്ണ്, അവനെ ഒരു കോടിയും പിടിച്ചുകൊണ്ട് നരകത്തിൽ നിൽക്കുന്നവരെ കാണുമ്പോ അവള് ചോദിക്കുമത്ര കാലല്ലതീനസ്തുലൈഫു, ഞാനല്ല ഖുർആൻ പറഞ്ഞതാണ്, ഈ റിയാലിറ്റി ഷോയുടെ അവതാരികമാരോട് ഈ പെണ്ണുങ്ങളെ ചോദിക്കുമത്രേ, ഇന്ന് ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുണ്ടാവാം. അവര് ചോദിക്കുമത്രേ, ലൗലാന്തും ലകുന്നാമോമിനീൻ, നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ സ്വർഗത്തിൽ പോകുമായിരുന്നല്ലോ. മനോരമയുടെ ചാനലിനോട് ചോദിക്കും, നിങ്ങളെ ഒടുക്കത്തെ ചാനലില്ലായിരുന്നെങ്കിൽ, അവതാരികമാരില്ലായിരുന്നെങ്കിൽ, ലൗലാന്തും ലകുന്നാമോമിനീൻ, ഞങ്ങൾ സ്വർഗത്തിൽ പോകുമായിരുന്നല്ലോ. ഖുർആന മനുഷ്യന്മാരെ, നിങ്ങളില്ലെങ്കിൽ ഞങ്ങളൊന്ന് സ്വർഗത്തിൽ പോകുമായിരുന്നല്ലോ. അപ്പൊ അവളെന്ത് പറയും? അപ്പൊ അവളെന്ത് പറയും? ഈ പെണ്ണിന്റെ ഉടുതുണി ഉരിച്ചൊരിയുമ്പോ അവളുടെ കൂടെ ചാടല്ലേ ചെറുപ്പക്കാരാ? ആർക്ക് വേണം അവളെ? ആർക്ക് വേണം അവളെ? മലയാളത്തിന്റെ ചെറുപ്പക്കാരന്റെ ഉറക്കം കെടുത്തിയ മാധവ സുന്ദരി സ്വന്തം ഭർത്താവിന് 1 വർഷം കഴിഞ്ഞപ്പം മടുത്തു. 11/11/2011 കല്യാണം കഴിഞ്ഞു. 12/12/2012 തലാഖും കഴിഞ്ഞു. ആരുടെ? നിന്റെ മമതയുടെ. സ്വന്തം ഭർത്താവിന് 1 വർഷം കഴിഞ്ഞപ്പം വേണ്ട. സ്വർഗം അങ്ങനെയല്ല, സ്വർഗത്തിലെ ഹുറുലിങ്ങൾ വേറെയാ. അതിരട്ട ഹുബ്ബസുവാദിനോടവർക്കുണ്ട്, മലിനങ്ങളില്ല ശുദ്ധിയപ്പെടുമുണ്ട്. അള്ളാഹു അനുഭവിക്കാൻ ഭാഗ്യം തരട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അള്ളാഹു അനുഭവിക്കാൻ ഭാഗ്യം തരട്ടെ. ആ സമയത്ത് അവതാരിക ചോദിക്കുമത്രേ, ആ സമയത്ത് ഇപ്പെണ്ണുങ്ങൾ, ഈ അവതാരികമാരും ഈ പിടിച്ചടക്കിയവരും ചോദിക്കുമത്രേ, അനഹിനു സദദിനാക്കും അനേഹുദാ, ഞങ്ങളാണോ നിങ്ങളെ പിഴപ്പിച്ചത്? ഞങ്ങളാണോ സന്മാർഗം തടസ്സപ്പെടുത്തിയത്? നിങ്ങൾ ഞങ്ങളുടെ അടുക്കലേക്ക് വന്നതല്ലേ? ഈ ആയത്താരെ കുറിച്ചാ. അപ്പൊ ഈ അവതാരികമാരും ചാനലുകാരും ചോദിച്ചു, അനഹിന് സദദിനാക്കും അനിൽ ഹുദാ, സൂറത്ത് സുമർ അല്ല സൂറത്ത് സബ, ഞങ്ങളാണോ നിങ്ങളെ പിഴപ്പിച്ചത്? നിങ്ങൾ ഇങ്ങോട്ട് വന്നതല്ലേ? SMS അയച്ച നിങ്ങളല്ലേ? നറുക്കെടുപ്പ് നടത്തിയല്ലേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഖുർആൻ ലോകത്ത് അവസാനം വരെ ഇറങ്ങിയതാ. ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. സൗഫ തറാ ഇദൻ കശഫൽ ഗുബാറു അബറുസുൻ തഖ്ത രിജ്ലിക അം ഹിമാറു. കാണാം നമുക്ക്. അവർക്ക് അനഹന സദദിനാക്കും മനു ഹുദാ, ഞങ്ങളാ നിങ്ങളെ പഠിപ്പിച്ചത്. നിങ്ങൾ പഠിച്ചു പോയതല്ലേ? നിങ്ങളോട് ആളുകൾ പറഞ്ഞു തന്നതല്ലേ? ആ സമയത്ത് കത്തിക്കാളുന്ന നരകത്തിന്റെ തീയിലേക്ക് വലിച്ചെറിയുമ്പോ പൊന്നു സഹോദരങ്ങളെ, നമ്മൾ അപ്പ ആരെ വിളിക്കും? ആരെ വിളിക്കും? ആരെ വിളിക്കും? മലക്കിനെ വിളിക്കും. മലക്കുകൾ തീർന്നിട്ടില്ല, മലക്കുകൾ വിളിക്കും. എന്ത്? നരകത്തിന്റെ കത്തിക്കാളുന്ന നരകത്തിന്റെ തീയിൽ കിടന്ന് ശരീരം ചിത്രിയുമ്പോ, ശരീരം മുഴുവന് തകർന്ന തരിപ്പണമാകുമ്പോ, വഖാലല്ലദീന കഫറൂ ലിഹസനത്തി ജഹന്നമ ദഊ റബ്ബക്കും യുഖഫിഫ് അന്നാ യൗമൻ മിനൽ അദാബ്. വഖാലല്ലദീന കഫറൂ, എന്ത് പറഞ്ഞാൽ ചെവിയിൽ കയറാത്തോര് നരകത്തിന്റെ മലക്കിനെ വിളിക്കുമത്രേ. മലക്കേ യുഖഫിഫ് അന്നാ യൗമാ ഉദൂ റബ്ബക്കും, അല്ലാഹുവോട് ശുപാർശ ചെയ്യുമോ? യുഖഫിഫ് അന്നാ യൗമാ, ഒരു ദിവസം ഞങ്ങൾക്ക് ഈ ശിക്ഷയൊന്ന് ഒഴിവാക്കി തരാൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നരകവാസികൾ നരകത്തിൽ കിടന്നിട്ട് മലക്കിനെ വിളിച്ചിട്ട് പറയും, ഞായറാഴ്ചയെങ്കിലും അതാവൊന്ന് പൊതുവധി തരാൻ, ഞായറാഴ്ചയെങ്കിലും ഒരു ദിവസമെങ്കിലും ഒന്ന് ഒഴിവാക്കിത്താ. ഒരു ദിവസം. എടാ, നീ ഒരു ദിവസം ഒഴിവാക്കിയില്ലല്ലോ നിന്റെ തമ്മാടിത്തരം. വെള്ളിയാഴ്ച ഒഴിവാക്കിയോ? വ്യാഴാഴ്ച രാവിലെ ഒഴിവാക്കിയോ? നിന്റെ തമ്മാടിത്തരം നീ ഒഴിവാക്കിയിട്ടില്ലല്ലോ ഒരു ദിവസം പോലും. ഞാനല്ലേ മക്കളെ, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണിത്. അള്ളാഹുവേ മലക്കെ ഒന്ന് അള്ളാഹിനോട് പറ, മലക്കെ കരിഞ്ഞു തീർന്നു, ഒരു ദിവസം ഒന്ന് ലഘൂകരിച്ച് നൽകാൻ പറ.
ونادوا يا مالك ليقضي علينا ربك قال إنكم ماكثون. മാലിക് എന്ന മലക്ക് അല്ലാഹുവോട് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ. നരകത്തിൽ കിടന്ന് നിലവിളിക്കും. മാലിക് എന്ന മലക്കാണ് നരകത്തിന്റെ കാവൽ. മലക്ക് ഒന്ന്. അപ്പൊ മലക്ക് പറയും, ഇന്നക്കും മാക്കിസൂൻ, പ്ലീസ് വെയിറ്റ്, ഇന്നക്കും മാക്കിസൂൻ, നിക്ക് ഞാൻ മറുപടി പറയാം. നരകത്തിൽ ആരുടെ കഥയാ മോനെ ഇത്? പറ്റുമെങ്കിൽ കേട്ടോ. ഇരുന്ന് മടുത്ത മലക്ക് പറയും. മലക്ക് അല്പം മലക്ക് പറയും, ഇന്നക്കും മാക്കിസൂൻ, പ്ലീസ് വെയിറ്റ്, യു ആർ ഇൻ ദ ക്യൂ. ഒരല്പനേരം കഴിഞ്ഞിട്ട് മലക്ക് മറുപടി പറയും. മാലിക് എന്ന മലക്ക് അല്പനേരം. എത്ര വർഷം കഴിഞ്ഞ മലക്ക് മറുപടി പറയുക? 50,000 വർഷം കഴിഞ്ഞിട്ടാണ് മാലിക് എന്ന നരകത്തിന്റെ മലക്ക് തിരിച്ചു മറുപടി പറയുക. നരകവാസികളെ വിളിക്കുമ്പോ കുടിക്കടാ, കുടിക്ക്, കളിക്ക്, പോയിരുന്ന് കളിക്ക്. ഞാനവിടെ പോയി കളിക്ക്, പോയി ആമർത്താട് വാ. എന്നിട്ട് അവിടെ മാലിക്ക ഒരു നിമിഷം ചിന്തിക്കാൻ സമയമില്ലല്ല. ക്രിസ്ത്യാനികൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോഴേ ശവപ്പെട്ടിയുടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന് ഞാൻ നാളെ നീ. അത് വായിച്ചാൽ മതിയുടെ നന്നാവും. ക്രിസ്ത്യാനികൾ ശവം കൊണ്ടുപോകുമ്പോൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന് ഞാൻ, നാളെ നീ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, ഇന്ന് കണ്ട് നാളെ വാടും പൂക്കളെ പോലെ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, ഇന്ന് കണ്ട് നാളെ വാടും പൂക്കളെ പോലെ. ഈ മണ്ണിലെ ജീവിതം പുല്ലിനെ പോലെയാണ്. വിടർന്നു നിന്ന പുല്ല് 4 ദിവസം കഴിഞ്ഞപ്പോ കരിഞ്ഞുപോയി. കരിഞ്ഞും വെടിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും കവിഞ്ഞും പോകുന്ന ജീവിതത്തിൽ എന്റെ സഹോദരങ്ങളെ നാളെ മരിക്കുമെന്നുള്ള ബോധമില്ല. മാലിക് 50,000 വർഷം കഴിഞ്ഞിട്ടാ മാലിക് എന്ന മലക്ക് മറുപടി പറയുക. 50,000 വർഷം കഴിഞ്ഞിട്ട് മറുപടി എന്താ? രക്ഷപ്പെടുത്താന്ന് അല്ല, വെള്ളിയാഴ്ച ഞായറാഴ്ച ഓഫാന്ന്. 50,000 വർഷം വേണം മറുപടി പറയാം. മറുപടി എന്താ? അടങ്ങി കിടക്കണ അവിടെ. ഫലാത്തുക്കലിമു, മിണ്ടിപ്പോകരുത്. എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മൾ ചോദിക്കുന്ന നാളെ അഡങ്ങട അവിടെ. ഫലാത്തുക്കലിമൂൻ, മിണ്ടിപ്പോകരുത്. എന്നിട്ട് മാലിക് ഒരു വാക്ക് പറയും. അത് പറയുക ഞാൻ. മാലിക് എന്ന മലക്ക് അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ കാവൽക്കാര് പറയും, എന്ത്? കാലു അലം തകുൻ ആയാതി തുത്ലാ അലൈക്കും ഫകുന്തും ബിഹാ തുകദ്ദിബൂൻ. എന്റെ ഖുർആന്റെ ആയത്തുകൾ ഓതിയിട്ട് ഇത് ഖുർആനാന്ന് പറഞ്ഞിട്ട് എത്ര ആളുകൾ നിന്നോട് വഴുതു പറഞ്ഞു തന്നതാണ്. ഫകുന്തും ബിഹാ തുകദ്ദിബൂൻ. ആ സമയത്തിലൊക്കെ കള്ളമാന്ന് പറഞ്ഞിട്ട് മഞ്ഞ കസേരയിൽ നീ ചാരിയിരുന്ന് ചിരിച്ചവനല്ലേ? ചമ്രം പടിഞ്ഞ് നിന്നിട്ട് ഇതൊക്കെ പല ആളുകളും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി മൊയ്ലിയാരെ വകത് കേട്ടിട്ട് നന്നാവാനാ എന്ന് വിചാരിച്ചിട്ട് അള്ളാ പറയണ എത്ര നന്നായിട്ടാ. ഈ ആയത്താരെയാ ഇപ്പൊ ഈ കേൾക്കണവന്റെ മനസ്സാ. ഈ ആയത്തത ഇപ്പൊ കേൾക്കണവന്റെ മനസ്സാ. ഇപ്പൊ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ഓതുമ്പോഴാണ് അതിന്റെ സൗകുമാര്യം അറിയും, അതിന്റെ പിക്ചറൈസേഷൻ മനസ്സിലാവും. ഇപ്പൊ കുന്തുംബികാ തുക്കദ്ദിബൂൻ, അതൊക്കെ അങ്ങോട്ട് നടക്കും, മരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിന്നവനല്ലടാ നീ എന്ന് ചോദിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ആ സമയത്ത് നമ്മൾ പറയും, അല്ലാഹുവേ 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 വകുന്തും ഖൗമൻ ളാലൂൻ. സാഹചര്യം കണ്ട് അറിയാതെ ചെയ്തു പോയതാണ് റബ്ബേ. കിടക്കട അവിടെ. മലക്കുകൾ അവൻ നരകത്തിൽ നിന്ന് ഓടിയിട്ട് നരകത്തിന്റെ ഏറ്റവും ആഴം കുറഞ്ഞ ഭാഗത്ത് തീ ഇങ്ങനെ കത്തിക്കേറുക. ആ ആഴം കുറഞ്ഞ ഭാഗത്ത് പോയിട്ട് മെല്ലെ ഇങ്ങനെ കയറാൻ വേണ്ടി ശ്രമിക്കും. കൈ പിടിച്ചിട്ട് ഇങ്ങനെ കേറി നരകത്തിന്റെ മുകളിലെത്തുമ്പോ മുകളിൽ മലക്കുകൾ നിൽപ്പുണ്ട്. മലക്ക് അവിടെയുണ്ട്. മലക്ക് എന്ത് ചെയ്യും? അവരുടെ കയ്യിലൊരു ആയുധമുണ്ട്. മലക്കളുടെ കയ്യിൽ ആയുധം ഏതാ?
നരകത്തിന്റെ മധ്യത്തിൽ നിന്നിട്ട് ചൂട്ടിന്റെ ചീന്തനം തലയിലോട്ട് എടുക്കുമ്പോ ഓടി നരകത്തിന്റെ മുകളിലോട്ട് പിടിച്ചു കയറുമ്പോ നരകത്തിന്റെ ചുറ്റും മലക്കുകൾ നിൽക്കുന്നുണ്ട്. മലക്കുകൾ തീർന്നില്ല. അവരുടെ കയ്യിലൊരു ആയുധമുണ്ട്. ഇരുമ്പിന്റെ ചുറ്റിക കയ്യിലുണ്ട്. അതുകൊണ്ട് അവന്റെ തലയിലാഞ്ഞടിക്കുമ്പോ അവൻ കൈവിട്ട് താഴേക്ക് വീഴുമെന്ന് വിശുദ്ധ ഖുർആൻ. വലഹും മഖാമിഉ മിൻ ഹദീദ്. ഇരുമ്പിന്റെ ചുറ്റുകയുണ്ട്. തലേമരൊരു അടി അങ്ങോട്ട് കയറി വരിക. കിണറ്റുമാര് കയറുമാര് ഒറ്റ അടി കൈവിട്ട് താഴെ വീഴും. വീഴുമ്പോ എന്ത് ചെയ്യും? നരകത്തിന്റെ മൂലയിൽ പോയിട്ട് നരകത്തിന്റെ തീ പിടിക്കാതെ ഇങ്ങോട്ട് നിൽക്കുന്നതിന്. അപ്പൊ അള്ള പറയും മലക്കെ പിടിക്കവളെ പിടി എന്നിട്ട് ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് പിടിച്ചിട്ട് നരകത്തിന്റെ നല്ല മദ്യത്ത് കൊണ്ട് നിർത്ത്. അവൾ ഇമാതിരിയൊക്കെ ചെയ്തിട്ട് നരകത്തിന്റെ ഓരത്ത് നിൽക്കണം. മലക്കുകൾ പിടിച്ചോണ്ട് വന്ന് മദ്യത്ത് നിൽക്കും. ചീഞ്ചലം എടുത്തിട്ട് തലേക്കട ഇങ്ങോട്ട് ഒഴിക്കും. ആ ചീഞ്ചലം തല പൊട്ടിയിട്ട് ആ തിളച്ച വെള്ളം തലച്ചോറിക്കൂടെ താഴോട്ട് ഇറങ്ങിയിട്ട് കരളും കൊടലും ചവച്ച് വയറിളക്കം ബാധിച്ച മാതിരി മുഴുവനും മലദ്വാരത്തിലൂടെ വെളിയിലോട്ട് പോകും. അള്ള കാക്കട്ടെ. മലക്കുകൾ ഇരുന്ന് ചിരിക്കും. അനുഭവിക്കടാ, പറയുമ്പോ തിരിയൂലോ, അനുഭവിക്കടാ. ഈ സമയത്താണ് ഭാര്യയും മക്കളെയും കെട്ടിപ്പിടിച്ചിട്ട് മറ്റൊരാൾ സ്വർഗത്തിലേക്ക് പോവുക. അവിടെയും മലക്കുകൾ ഉണ്ടാവും. അവൻ സ്വർഗത്തിന്റെ മുമ്പിലെത്തി. സ്വർഗം ഒത്തിരി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. സ്വർഗത്തിന്റെ മുമ്പിലെത്തി വാതില് താനെ തുറന്ന ഉടനെ ഒരു വാക്ക് എന്താ? وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. സലാം. മലക്കുകൾ പറയും അസ്സലാമു അലൈക്കും. സലാം പറയും. എന്നിട്ട് പറയും സ്വർഗം തുറന്നു കാണിച്ചിട്ട് തിബുത്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. ദുനിയാവിലൊത്തിരി സഹിച്ചവരല്ലേ, എല്ലാം അടക്കി പിടിച്ചവരല്ലേ, ഈ സ്വർഗത്തിൽ കിടന്നിട്ട് അങ്ങനെ അടിച്ചു പൊളിച്ചങ്ങട് ജീവിച്ചു കൊള്ളുക. അല്ലാഹുമ്മ ജഅൽനാ മിമ്മൻ യുഖാലു ലഹും തിബുത്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. അള്ളാഹു നമ്മളെ അതിൽ പെടുത്തട്ടെ. തുബുത്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അടിച്ചു പൊളി. സ്വർഗത്തിലേ ഉള്ളൂ. തുബുത്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അടിച്ചു പൊളിച്ച് ജീവിച്ചോ. പെണ്ണിന്റെ കൂടെ പാട്ട് പാടണോ, ആടിക്കോ. കള്ളു കുടിക്കണോ, കുടിച്ചോ. പട്ട് ധരിക്കണോ, ധരിച്ചോ. ഗാനമേളയ്ക്ക് പോണോ, പൊക്കോ. പെണ്ണിന്റെ കൈ പിടിച്ചിട്ടാടണോ, ആടിക്കോ. ഓടിച്ചാടി നടക്കണോ, ആടിക്കോ. എന്ത് വേണമെങ്കിലും ചെയ്തോ. പൂർണ്ണീങ്ങൾ വേണോ പിടിച്ചോ. 4 ഭാര്യ വേണോ, പിടിച്ചോ. 70 വേണോ, പിടിച്ചോ. 70 ഭാര്യമാരെ ചില ആളുകൾക്ക് അള്ളാഹു സ്വർഗത്തിൽ കൊടുക്കും. എത്ര ഭാര്യമാര്? 70. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് പുനത്തിൽ കുഞ്ഞബ്ദുള്ളാഹി പറഞ്ഞാൽ മതി. അതിന് മാത്രം ആമീൻ. 70 കണ്ടാട്ടി കിട്ടാൻ ആമീൻ. എന്റെ പൊന്ന് 70 ഭാര്യമാരെ കൊടുക്കാർക്ക്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായവർ, അള്ളാന്റെ മാർഗത്തിൽ ഷഹീദായവർ, പടച്ചറപ്പിന് വേണ്ടി രക്തം ചിന്തിയവർ, കുട്ടന്മാരെ ചിതറിത്തെറിച്ചവർ, ഭാര്യയും മക്കളെയും വിധവകളും അനാഥകളുമാക്കിയവർ, ഒരു ഷഹീദിന് നാളെ 72 ഭാര്യമാര് അള്ളാഹു സ്വർഗത്തിന് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മലക്കുകൾ വാതിലിൽ നിന്നിട്ട് പറയും വാ പോയി ഇനി ഞങ്ങളെ അടിച്ചു പൊളിച്ചു ജീവിച്ചോ. അള്ളാഹുവേ, നീ ഞങ്ങൾക്കത് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നീ അത് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നീ അത് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. സാംസങ് കമ്പനിയുടെ പുതിയൊരു ഫോൺ ഇറങ്ങുന്നുണ്ട്, S4. പ്രത്യേകത എന്താണെന്നറിയാവോ? ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി, സ്ക്രീൻ ലോക്കാവും. മാജിക് കയറി കാണിക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്ക്രീൻ വെച്ചിട്ട് S4 കൊച്ചു ഇങ്ങനെ ആക്കിയാൽ മതി. അതിനകത്ത് നോക്കിയിട്ടേ, അതിനകത്ത് S4 അതിന്റെ വിൻഡോസിൽ ഇങ്ങനെ നോക്കിയാൽ മതി. കണ്ണീന്ന് നേരെ ഫോട്ടോസ് എടുക്കണം. അതിനകത്ത് നോക്കിയിരുന്നത് തന്നെ ഫോട്ടോ ഓപ്പൺ ആവും. സെൻസറാണ്.